Good morning, everyone. Good morning. Welcome to today's It's Me Realme. നമ്മളുടെ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് മീ റിയൽമി എന്ന് പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷനാണ്. So welcome everyone. Good morning, everyone. Good morning. Good morning. All right. Thank you. Good morning, sir. Good morning. Morning, sir. Morning, all. Good morning, sir. Mhm. Good morning. sir. Very good. Very good. Okay, fantastic. Good morning. Thank you so much. Okay, that's it. So let's begin. ഒരുപാട് നമ്മളുടെ എല്ലാവരും എന്ത് ചെയ്യുക, പ്ലീസ് ബിയർ ഇൻ വീഡിയോ. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ 5 ദിവസമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 4 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 5 ദിവസമായിട്ട് നമ്മൾ വളരെ നല്ല രീതിയിലുള്ള വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഏതൊക്കെയാണ്, നമ്മളെക്കുറിച്ച്, നമ്മുടെ ലൈഫിൽ ഗോൾ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ പിന്നീട് എന്താ പഠിച്ചത് മൈൻഡ് സെറ്റിനെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം പിന്നീട് സ്ട്രാറ്റജീസിനെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം ഇന്നലെ നമ്മൾ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്കൊരു സെഷനും കൂടെ ഉണ്ട്, നാളെയാണ്. എനിവേ, നാളത്തെ സെഷനിൽ വേണ്ടിയിട്ട് ഞാൻ എക്സൈറ്റഡ് ആണ്. അതേപോലെ തന്നെ നിങ്ങളും എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. പിന്നെ ഇന്ന് ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട്. ഇന്ന് കാലിക്കറ്റ് വെച്ചിട്ട് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഞാനും മറ്റൊരു ട്രെയിനറായിട്ടുള്ള ഷഹാന ലുക്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിനറും കൂടെ ഒരുമിച്ച് ട്രോമ ഹീലിംഗിൻ്റെ ഒരു പ്രോഗ്രാമാണ്. ഓഫ്ലൈൻ ഇവൻ്റ് ആണ്. നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ആ സെഷനിലേക്ക് എന്ത് ചെയ്യാൻ വരാം. അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 9:30 ആകുമ്പോഴേക്കും കാലിക്കറ്റ് ഡിമോറ ഹോട്ടലിൽ എത്തിയാൽ മതി. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ചെന്നിട്ട് സ്പോട്ടിൽ രജിസ്റ്റർ ചെയ്യാം. ഫീ ഉണ്ട്, 4,999 രൂപയാണ് പേയ്മെൻ്റ് ഉള്ളത്. സോ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാത്തതുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം, അവസരമാണ്. ഓക്കെ, ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കിടക്കാം. റെഡി? മുഹമ്മദ് നൗഫൽ, ലെറ്റ്സ് വെൽക്കം ടുഡേയ്സ് ഗസ്റ്റ്. നമ്മുടെ ഗസ്റ്റിനെ നമുക്ക് ഇന്ന് വെൽക്കം ചെയ്യാം. ഇന്ന് ഇറ്റ്സ് മീ റിയൽമി എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ എന്താണ് ഈ പ്രോഗ്രാം എന്നുള്ളത് പുതിയ മെമ്പേഴ്സിന് അറിയില്ല. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇറ്റ്സ് മീ റിയൽമി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ഓരോരുത്തരും പല രീതിയിലുള്ള ചേഞ്ചസ് അവരുടെ ലൈഫിൽ നടത്തിയിട്ടുണ്ടാവും. സോ ഇറ്റ്സ് മീ റിയൽമിയിൽ ഞാനല്ല സംസാരിക്കുക, ഈ പറഞ്ഞിരിക്കുന്ന ഗസ്റ്റുകളാണ് സംസാരിക്കുക. ഗസ്റ്റുകൾ സംസാരിക്കുക എന്ന് പറയുമ്പോൾ ആരാണോ അന്നത്തെ ഗസ്റ്റ്, ആ ഗസ്റ്റ് അദ്ദേഹത്തിൻ്റെ എങ്ങനെ അദ്ദേഹം ഹീല് ചെയ്തു, നമ്മുടെ ട്രോമ ഹീലിംഗ് കോഴ്സിലേക്കൊക്കെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഹീലിംഗ് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, അദ്ദേഹത്തിന് എന്തെല്ലാം മിറക്കിൾസ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഭയങ്കര വല്ലാത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷനാണ്. കാരണം നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത, ഞങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ചില റിസൾട്ടുകളൊക്കെ ലൈഫിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത്. അപ്പം ഇപ്പം ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഇന്നത്തെ സ്റ്റോറിയൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നൗഫൽ ഭായിയുടെ. കാരണം നൗഫൽ ഭായ് ഇതിനു മുൻപ് നമ്മുടെ ഈ ഒരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. എസ്പെഷ്യലി അദ്ദേഹം ബേസിക് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ അഡ്വാൻസ് പ്രോഗ്രാമിലേക്ക് വരികയും അതിന് അത്രയ്ക്കും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ചലഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഇന്നൊരു അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്തെല്ലാം സംഭവിച്ചു, അതാണല്ലോ നമുക്ക് അറിയേണ്ടത്, അല്ലേ? അതുപോലെ എൻ്റെ ലൈഫിൽ എന്തെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. സോ പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, മീ എന്ന് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് കമൻറ്റ് ഓൺ മീ. കാരണം നമ്മൾ കഴിഞ്ഞൊരു 5 ആദ്യമായിട്ട് ഇറ്റ്സ് മീ റിയൽമിയിൽ പങ്കെടുക്കുന്ന ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യുക, മീ എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. മീ എന്ന് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് കമൻറ്റ് ഓൺ മീ. ഓക്കെ, സോ നൗഫൽ ഭായ്, താങ്ക് യു സോ മച്ച്. ലെറ്റ്സ് വെൽക്കം. ഗുഡ് മോർണിംഗ്. സർ. ഗുഡ് മോർണിംഗ് നൗഫൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? സുഖം. നൗഫൽ ഭായ്, ഇപ്പം നമ്മളുടെ ഐ തിങ്ക് ബേസിക്കലി വരികയും അത് തീരുന്നതിന് മുൻപ് തന്നെ അഡ്വാൻസ് പ്രോഗ്രാമിലേക്ക് കിടക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ ആഴ്ച നമ്മുടെ 1% ക്ലബിലേക്കും കൂടെ വന്നു. എക്സ്പീരിയൻസ് നമുക്ക് എന്ത് ചെയ്യാം, ചോദിച്ചറിയാം. എന്താണ് ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, ചാലഞ്ചസ്, ചേഞ്ചസ്, പ്രോഗ്രാമിനെ കുറിച്ച് എങ്ങനെയാണ് അറിയുന്നത്, എങ്ങനെയാണ് നമ്മളെക്കുറിച്ച് ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്ന സംഗതികൾ, അതിന് തുടക്കം എന്താണ്, എവിടെയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യണം എന്നുള്ള ടേണിംഗ് പോയിന്റ്, ആ തോട്ട് ഉണ്ടായത് എപ്പോഴാണ്? ഞാന് പണ്ടോട്ടെ ഫോളോവറാണ്. മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. പണ്ട് മൈൻഡ് മാസ്റ്റർ ചെയ്തിട്ടുണ്ട് 2021. 2021. ഓക്കെ. അതെ. ആ സമയത്ത് ചെയ്തിട്ടുണ്ട്. അന്ന് ലൈഫ് കുറെ ചേഞ്ച് ആയി. പിന്നീട് കുറെ ബുദ്ധിമുട്ടുകൾ, ഞാനൊരു റഫ് പാച്ചിലൂടെ കടന്നു പോകുമ്പോഴാണ്
EFT പ്രോഗ്രാമിലേക്ക് വരുന്നത്, ബേസിക്കിലേക്ക് ജോയിൻ ചെയ്തു. ബേസിക്കിലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ബേസിക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ചേഞ്ച് ആവണം എന്നുള്ളൊരു ഇത് വന്ന് അപ്പോഴാണ് അഡ്വാൻസ് പ്രോഗ്രാം വരുന്നത്. ഇപ്പൊ അഡ്വാൻസ് പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചേഞ്ചസ് ഉണ്ടാവും എന്ന് പറയുന്നതായിട്ട് എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് അപ്പോഴും തന്നെ ബേസിക്കിന്റെ കൂടെ തന്നെ അഡ്വാൻസ് കൂടെ ഞാൻ ചെയ്തു. അപ്പം അഡ്വാൻസ് ചെയ്തതിന് ശേഷം, ഫസ്റ്റ് അഡ്വാൻസ് ചെയ്തതിന് ശേഷം എനിക്ക് ലൈഫ് മിറാക്കുലസ്ലി ചേഞ്ച് ആയി. കാരണം ഞാൻ ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോഴാണ് അത് ചെയ്യുന്നത്. ഞാൻ ആ ഒരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് ഞാൻ ഫസ്റ്റ് അഡ്വാൻസിന് വരുന്നത്. എന്തായാലും അതിനുശേഷം ഇന്ന് വരെ അൽഹംദുലില്ലാ പിന്നെ നല്ല മാറ്റങ്ങളാണ് സംഭവിച്ചത്. ഫിനാൻഷ്യലി ഇപ്പം സെക്യൂർ ആണ്, എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്. അഡ്വാൻസ് ഇപ്പൊ ചെയ്തിട്ട് ഇപ്പൊ എത്ര കാലമായി, എത്ര മാസമായി? ഫസ്റ്റ് അഡ്വാൻസ് കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ സെക്കൻഡും ചെയ്തായിരുന്നു. സെക്കൻഡ് ഇപ്പൊ ഓഗസ്റ്റിലാണ് ചെയ്തത്. അതായത് ഫസ്റ്റ് ചെയ്തത് പറഞ്ഞോളൂ. ഒരു 4 months കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ ടോട്ടൽ? അതെ 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 4 months ഫസ്റ്റ് അഡ്വാൻസ് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 3rd month 2 മാസം കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് അഡ്വാൻസ് വരുന്നത്. ആ സമയത്ത് സെക്കൻഡ് അഡ്വാൻസ് റിപ്പീറ്റ് ചെയ്തു. അപ്പം എന്തുകൊണ്ടാണ് ഫസ്റ്റ് അഡ്വാൻസിലേക്ക് നിങ്ങൾ വരുന്ന ആ സമയത്തുള്ള ഒരു സ്ട്രഗിൾസിനെ കുറിച്ച് നമുക്ക് പറയാം. കാരണം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റണം. എന്തെല്ലാം സ്ട്രഗിൾസ് ആണ് നിങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കടന്നു പോയിട്ടുണ്ട് ഫസ്റ്റ് അഡ്വാൻസിൽ വരുന്ന സമയത്തുള്ള സ്ട്രഗിൾസ്? സെക്കൻഡിൽ നമുക്ക് വേറെ പറയാം. ഫസ്റ്റ് അഡ്വാൻസിൽ ഉള്ള സമയത്ത് എന്തെല്ലാം സ്ട്രഗിൾ, ബുദ്ധിമുട്ടുകൾ, പെയിനിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായത്? മെയിനായിട്ട് ഈ ഫിനാൻഷ്യൽ ഇത് തന്നെയാണ്. പൈസ കൊടുക്കാൻ പ്രഷറുകൾ. അപ്പം അത് കൊടുക്കാൻ പറ്റത്തില്ല, വരുന്നില്ല. മണി എല്ലാം ബ്ലോക്കായി കിടക്കുന്നു. നമുക്ക് കിട്ടാനുള്ള പൈസകളെല്ലാം ബ്ലോക്കായി കിടക്കുന്നു. കൊടുക്കാനുള്ള പൈസകളെല്ലാം കൊടുക്കണം. അപ്പോഴത്തേക്ക് അതിന്റെ ഭയങ്കരമായ പ്രഷർ താങ്ങാൻ പറ്റാതാണ് ഞാൻ അഡ്വാൻസിൽ പങ്കെടുക്കുന്നത്. ഓക്കെ. അതായത് എന്നോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, പ്രഷർ വല്ലാണ്ട് വരികയും വല്ലാത്തൊരു നെഗറ്റിവിറ്റി. ആ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രശ്നം എങ്ങനെയായിരുന്നു? സർ, എനിക്ക് താങ്ങാൻ പറ്റാത്ത നെഗറ്റിവിറ്റി എന്നെ ചുറ്റുമുണ്ട്. നെഗറ്റിവിറ്റി എനർജിയിൽ ഞാൻ കുളിച്ച് നിൽക്കുകയാണ്, എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഓക്കെ അഡ്വാൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ചെയ്യണം, എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്ത് കിടക്കണം, ഒരു EFT അല്ലെങ്കിൽ ഈ ഒരു ഹീലിംഗ് പ്രോഗ്രാമിലൂടെ കടന്നു വരണം, കാരണം ഞാൻ എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല എന്നൊരു തോട്ടിലേക്ക് എത്താൻ നിങ്ങൾ ഏതെങ്കിലും നമ്മുടെ ഈ പറഞ്ഞ ഇറ്റ്സ് മീ റിയൽ മീ സെഷൻ ആണോ ഇൻസ്പിറേഷൻ ആയത്? വാട്ട് മെയ്ഡ് യു ദ ഡിസിഷൻ? അല്ല, ഞാൻ ഈ ബേസിക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് ചെയ്താൽ എനിക്ക് മാറും എന്നുള്ളൊരു ഇത്, എന്തെങ്കിലും ചെയ്ത് ഈ നെഗറ്റീവ് എനർജിയിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു എനർജി. അതിനുവേണ്ടി എന്തും ചെയ്യാൻ അപ്പോഴും തയ്യാറായിരുന്നു. അതെ. എത്രത്തോളം വഷളായിട്ടുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്നോട് പറഞ്ഞൊരു കാര്യം വളരെ വളരെ മോശമായിരുന്നു. അതായത് എൻ്റെ എനർജി ലെവല് ഏറ്റവും താഴെ ഗിൽറ്റിലെത്തി നിൽക്കുകയായിരുന്നു. അതേപോലെ പാർട്ട്നേഴ്സ് പറഞ്ഞൊരു കാര്യം പറഞ്ഞു എന്നോട്. അതായത് നിങ്ങള് അതൊന്ന് പറയാവോ? അദ്ദേഹം മറന്നുപോയി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരാതിരിക്കാവോ, ഞങ്ങളെ നടത്തിക്കൊള്ളാം, എങ്ങനെയെങ്കിലും. കാര്യം ഞാൻ അത്രയ്ക്ക് മോശമായിട്ട് അവരുടെ അടുത്തൊക്കെ ബിഹേവ് ചെയ്തിട്ടുണ്ട്. കാര്യം ഭയങ്കര റൂഡായിരുന്നു. കാര്യം ഞാൻ എൻ്റെ ഈ ഫ്രസ്ട്രേഷൻ മൊത്തം അവരുടെ പുറത്തോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം ബിസിനസ് തന്നെ നടത്താൻ പറ്റാത്ത രീതിയിൽ ഞാൻ സോറി. സോ ആ ലെവലിലേക്ക് അതായത് ദേഷ്യം, നെഗറ്റിവിറ്റി വന്നിട്ട് വല്ലാണ്ട് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് ഷൗട്ട് ഉണ്ടാവുക. പാർട്ട്നേഴ്സ്, ബിസിനസ്സിലെ പാർട്ട്നേഴ്സ് വരെ നിങ്ങൾ ഓഫീസിലേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത്. അതായത് എപ്പോഴും വരണം എന്ന് പറയുന്ന, വർക്ക് ചെയ്യണം എന്ന് പറയുന്ന പാർട്ട്നേഴ്സ് വരാതിരിക്കുന്നതാണ് നല്ലത്. ആ ലെവലിലേക്കുള്ള ഒരു നെഗറ്റിവിറ്റി, അല്ലെങ്കിൽ എത്രത്തിലുള്ള ഒരു ബുദ്ധിമുട്ട്, പെയിനിൽ നിൽക്കുന്ന സമയത്താണ് ഇതിലേക്ക് വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഒരു ബോഡിയിൽ അത്രയ്ക്കും താങ്ങാൻ പറ്റാത്ത പെയിൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ കഴിഞ്ഞു. വാട്ട് വാസ് ദ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഡേ ഇറ്റ്സെൽഫ്? ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോ തന്നെ കുറെ ക്ലിയർ മറന്നുപോയി. അപ്പം ആദ്യം നിന്ന് കുറെ ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോ തന്നെ ഞാൻ എൻ്റെ ചിരി തിരിച്ചു വന്നു, ഞാൻ ഹാപ്പിയായി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു കണ്ടിന്യൂസ് ജേണി ആയിരുന്നു, പ്രാക്ടീസ്. അപ്പം ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ പല കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു.
ഫോളോ അപ്പ് ചെയ്യാറില്ല. അങ്ങനെ ഒരു മടിയൻ ടൈപ്പായിരുന്നു. പക്ഷെ ഇത് എനിക്ക് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പ്രാക്ടീസ്. പ്രാക്ടീസുകൾ തുടക്കം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മിറക്കിൾസ് ഇങ്ങനെ 1 to 1 സംഭവിക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പൊ പാർട്ട്നേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിത് കഴിഞ്ഞ് അഡ്വാൻസ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയപ്പോ തന്നെ അവരെന്നെ കണ്ടപ്പോ തന്നെ പറഞ്ഞു അപ്പൊ ഭയങ്കരമായ മാറ്റം എന്റെ സംസാരത്തിലും ഇതിലും പെരുമാറ്റത്തിലും എല്ലാം മാറ്റം വന്ന്, മാത്രമല്ല എന്റെ ബ്രെയിനൊക്കെ ഓപ്പണായി. അപ്പൊ ഞാന് ഇതിന് വരുമ്പോഴത്തേക്ക്, ഫസ്റ്റ് അഡ്വാൻസിന് വരുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ഐഡിയയും ഇല്ല ഞാനൊരു സെക്കൻഡ് ബ്രാഞ്ച് തുടങ്ങും എന്നുള്ളൊരു ഐഡിയയും ഇല്ല. ഞാൻ ആ സെക്കൻഡ് അഡ്വാൻസ് ചെയ്യുന്നത് 2 മാസം കഴിഞ്ഞാണ്. ആ 2 മാസത്തിനുള്ളിൽ എന്റെ സെക്കൻഡ് ബ്രാഞ്ച് ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ സെക്കൻഡ് അഡ്വാൻസിന് വരുന്നത്. അതും വിത്തിൻ എന്താ പറയാ 2 months 2 മാസം. 2 months പീരീഡ്. നമുക്ക് ആ ഒരു ഐഡിയ പോലും ഇല്ലായിരുന്നു ഒരു സെക്കൻഡ് ഇത് തുടങ്ങും. ഇപ്പം സെക്കൻഡ് ഇത് കഴിഞ്ഞ് ഇപ്പം ഒരു ഓഗസ്റ്റ് അല്ലേ, 2 മാസമാവും. ആ 2 മാസം കൊണ്ട് ഞാനിപ്പം 3ാമത്തെ ബിസിനസിന്റെ, അടുത്ത പുതിയ ബിസിനസിന്റെ ഇതേ സെയിം പാർട്ട്നേഴ്സ് എടുത്ത് പുതിയ ബിസിനസിന് ഇൻവെസ്റ്ററിനെ കണ്ടെത്തിയിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇത്തിരി കൂടെ വലിയ സ്കെയിലിൽ ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ്. വലിയ സ്കെയിലിൽ. വെരി ഗുഡ്, വെരി ഗുഡ്. സി, അതുകൊണ്ടാണ് ഞാൻ 1% ക്ലബിൽ ജോയിൻ ചെയ്തതൊക്കെ. അതുകൊണ്ടാണ് 1% ക്ലബിൽ ജോയിൻ ചെയ്തത്. 1% ക്ലബിൽ ജോയിൻ ചെയ്തത് ഹൗ ടു ഫൈൻഡ് ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ ജോയിൻ ചെയ്ത ഫസ്റ്റേഴ്സ് തന്നെ എനിക്ക് ഇൻവെസ്റ്റർ ജോയിൻ ചെയ്ത ഫസ്റ്റ് ദിവസം തന്നെ ഇൻവെസ്റ്ററെ കിട്ടി. സോ അതിന് കാരണമായിട്ടുള്ള രീതിയിലുള്ള പല ഐഡിയാസും വന്നു. പുതിയ പ്രോഡക്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള, അല്ലെ? 1-2 ഐഡിയാസ്. അതെ ബ്രെയിൻ സ്റ്റാർട്ടഡ് വർക്കിംഗ് ലൈക്ക് നമ്മളെന്തോ ഒരു നമ്മളെ ഏക്കാൾ ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ബേസിക് പ്രോഗ്രാമിലേക്ക് വരണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ബേസിക് പ്രോഗ്രാമിന്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് വരാം. ബേസിക് പ്രോഗ്രാം ആക്ച്വലി ചെയ്തപ്പോൾ, അല്ലെങ്കിൽ എന്താണ് ബേസിക് പ്രോഗ്രാമിലൂടെയുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ എന്തായിരുന്നു ബേസിക് പ്രോഗ്രാം കൂടെ ചെയ്തപ്പോൾ? ബേസിക് പ്രോഗ്രാം ചെയ്തപ്പോ ആക്ച്വലി ഞാൻ ഈ നെഗറ്റിവിറ്റി തന്നെയായിരുന്നു. ബേസിക് പ്രോഗ്രാം ഒരു 3rd സ്റ്റേജ് ഒക്കെ എത്തിയപ്പോഴത്തേക്ക് തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നൊന്ന് റിലീസായി വരുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസിലോട്ട് ജോയിൻ ചെയ്തു. മെയിനായിട്ട് എനിക്ക് ഈ അഡ്വാൻസിൽ വന്നാണ് എനിക്ക് ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്തത്. ബേസിക്കലി ഞാനൊരു 3-4 ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞാൻ അഡ്വാൻസിലേക്ക് ജോയിൻ ചെയ്തു, അഡ്വാൻസിലേക്ക് വന്നു. ബാക്കി ക്ലാസ്സുകളിലെ അഡ്വാൻസിന് ശേഷമാണ് ഞാൻ ചെയ്തത്. പക്ഷെ എന്റെ കൂടെ ബേസിക്സ് ചെയ്തവർക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തവർക്ക്. പിന്നെ അഡ്വാൻസിൽ വരുമ്പോഴത്തേക്ക് എല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. മറ്റേതെല്ലാം നമ്മൾ വോയിസ് ഉപയോഗിച്ച് ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഇപ്പൊ സ്വന്തമായിട്ട് മെഡിറ്റേഷൻ ചെയ്യാനും സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ പഠിച്ചു. എന്റെ കൂടെ ചെയ്തവർക്ക് ഇപ്പൊ എന്റെ കൂടെ 2 അഡ്വാൻസ് ഒക്കെ ചെയ്ത ആൾക്കാരുണ്ട് വേറെ. അപ്പം അവർക്ക് എന്നേക്കാൾ ചേഞ്ച് ഉണ്ട്. എസ്പെഷ്യലി പ്രവീൺ ജി. അതെ. പ്രവീൺ സാറിന് ഇപ്പൊ ഫസ്റ്റ് അഡ്വാൻസിൽ വരുമ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് ഒരു പുള്ളി നെഗറ്റീവ് ആയിരുന്നു, ഭയങ്കരമായ നെഗറ്റീവാണ്. സെക്കൻഡ് അഡ്വാൻസിൽ വരുമ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് ഒരു സന്യാസിയൊക്കെ വരുന്ന ആൾക്ക് അതേ ഒരു ചൈതന്യത്തോടു കൂടിയൊക്കെ വരും. അതെനിക്കറിയാം. ഡൈമെൻഷണൽ എനർജി ബീയിങ് ഒക്കെ ആയിക്കഴിഞ്ഞു. അതെ. അപ്പം എന്താണ് ആക്ച്വലി ഇപ്പൊ ഈ പറഞ്ഞ പ്രോഗ്രാമിൽ ആക്ച്വലി നിങ്ങൾ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈഫിൽ ചേഞ്ച് കൊണ്ടുവന്നു? ഇത്രയും ചേഞ്ചിന് അവിടെ നിന്ന് കിട്ടിയ ഒരു വിസ്ഡം ഉണ്ടാവും, അല്ലെ? ഇവിടെ പുതിയ ആൾക്കാർക്കൊക്കെ അറിയാനുണ്ടാവും. എന്തെങ്കിലും ഒരു വിസ്ഡം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? എന്താണ് നമ്മുടെ ലൈഫ്, എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ കാണേണ്ടത്? അല്ല, നമ്മുടെ ലൈഫ് എനർജിയാണ്, കംപ്ലീറ്റ്ലി എനർജിയാണ്. നമ്മളിപ്പോ നെഗറ്റീവിലാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ, മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്ക് ചുറ്റും നമ്മൾ അട്രാക്ട് ചെയ്യുന്നതൊക്കെ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ആ നെഗറ്റീവ് എനർജിയെ നമ്മൾ റിലീസ് ചെയ്ത് പോസിറ്റീവ് എനർജി ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ബേസിക് ആയിട്ട് ചെയ്യാനുള്ള സംഭവം. ആ പോസിറ്റീവ് ആവുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം
പോസിറ്റീവ് ആയിരിക്കും. അതിന് കുറെ ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് പഠിക്കുക എന്നുള്ളതാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഓക്കെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരുപാട് എത്ര ടൂളുകൾ പഠിക്കുന്നുണ്ട്? അതേപോലെ ഏത് ടൂളാണ് നിങ്ങളുടെ ഫേവറേറ്റ്? അല്ല, ഒരുപാട് ടൂളുകൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ഫേവറേറ്റ് ആയിട്ട് ചെയ്യുന്നത് നമ്പർ ടാപ്പിംഗ് ആണ്. എന്തുകൊണ്ട് ഫേവറേറ്റ് ആണ്? ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ബ്രെയിനൊക്കെ ഉണരും. പിന്നെ ഒരു ഉത്തേജക മരുന്ന് കഴിച്ച ഫീലാണ്. അപ്പം പിന്നെ കാര്യം പിന്നെ നമ്പർ ടാപ്പിങ്ങിനകത്ത് നമ്മൾ കുറെ കമാൻഡ്സ് കൊടുക്കുന്നുണ്ട്. അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കമാൻഡ്സ് ആണ്. അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ, ഫോക്കസ് ഒക്കെ വർദ്ധിക്കും. മാത്രമല്ല, നമ്മൾ രാവിലെ തന്നെ അത് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് എനർജിയിലോട്ട് ബൂസ്റ്റ്, പറഞ്ഞത് എനർജി ബൂസ്റ്ററാണ് അത്. എനർജി കയറും. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും അതിന് ശേഷം എന്ത് ചെയ്താലും ഇപ്പം മെഡിറ്റേഷൻ ഒക്കെ അതിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യാറ്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ സെൽഫ് ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതൊക്കെയാണ് ഞാൻ തുടർച്ചയായിട്ട് ചെയ്യുന്നത്. എന്താണ് മണി മെഡിറ്റേഷൻ? ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ ഉണ്ടോ? അതെന്താ സംഭവം ഒന്ന് പറഞ്ഞേ. പലർക്കും ക്യൂരിയോസിറ്റി ഉണ്ടാവും. അല്ല, മണി മെഡിറ്റേഷൻ നമ്മൾ മണിയെ ഒരു പേഴ്സണെ പോലെ തന്നെ ഫോർഗീവ്നെസ് കൊടുത്ത്, മണി ഈസ് എൻ എനർജി. അപ്പം ആ മണി ഞാൻ ഇപ്പൊ ഡെയിലി ചെയ്യാറുള്ള ഒരു മെഡിറ്റേഷനാണ്. നമുക്ക് മണി വേണമല്ലോ. അതാണോ ആ എനിക്ക് ഒരു മെഡിറ്റേഷൻ ആണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രാക്ടീസസ് ആണോ നിങ്ങളുടെ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ? എനിക്ക് നിങ്ങൾ പറഞ്ഞ രണ്ട് മാറ്റങ്ങൾ, നിങ്ങൾ ഇവിടെ പറഞ്ഞതിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്താ വെച്ചാൽ, എൻ്റെ ലൈഫിലുള്ള എൻ്റെ ബ്രെയിന് ഭയങ്കരമായിട്ട് മറ്റേ ഇതിൽ പറയുന്ന പോലെ നിന്റെ ബുദ്ധി വിമാനമാണെന്ന് പറഞ്ഞ മാതിരി, എന്താ പറയുക, ബുദ്ധി ഭയങ്കരമായിട്ട് വേറെ ലെവലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒന്ന് നിങ്ങൾ പറഞ്ഞു ക്രിയേറ്റിവിറ്റി, ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്. ഒരു ബ്രാഞ്ച് ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു അല്ലെ? ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് ആ ബ്രാഞ്ചിൽ പാർട്ട്നേഴ്സും കാര്യങ്ങളും സ്ട്രഗിൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്ന സമയത്ത് നിന്ന് നേരെ അഡ്വാൻസ് പ്രോഗ്രാം ചെയ്യുന്നു, നേരെ ഇതിലുള്ള നമ്പർ ടാപ്പിംഗ് ഇത്തരത്തിലുള്ള സംഗതികൾ പ്രാക്ടീസസ് ചെയ്യുന്നു, ബ്രെയിൻ ഭയങ്കരമായിട്ട് ഓപ്പൺ അപ്പ് ആവുന്നു. ഓപ്പൺ അപ്പ് ആയിട്ട് നേരെ വിത്തിൻ 2 ഇയേഴ്സിനുള്ളിൽ അടുത്തൊരു ബ്രാഞ്ച് ഇടാനുള്ള ഐഡിയ, ധൈര്യം, കോൺഫിഡൻസ്, തോട്ട് ക്ലാരിറ്റി, തിങ്കിങ് ക്ലാരിറ്റി, ഇതെല്ലാം നിങ്ങൾക്ക് വന്നു. ക്രിയേറ്റിവിറ്റി ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് വേറെ ലെവലിലേക്ക് പോയി. അടുത്ത ബ്രാഞ്ച് നിങ്ങൾ ഓപ്പൺ ചെയ്തു, നേരെ അഡ്വാൻസ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാമിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് എനർജി എല്ലാം ക്ലിയർ ചെയ്യണം. പക്ഷേ നിങ്ങൾ അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യുന്നത്, ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞു മറ്റൊരു കാര്യം, നിങ്ങളുടെ കിട്ടാതെ കടന്നിരുന്ന പണം, അത്തരത്തിലുള്ള സംഗതികളൊക്കെ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അത് ഈ മണി ഇതടക്കം ചെയ്തത് കൊണ്ടാണോ നിങ്ങളുടെ ബ്ലോക്ക് ക്ലിയർ ആയതാ? വാട്ട് ഹാപ്പൻഡ്? അതല്ല, ഞാൻ കുറെ ഫോർഗീവ്നെസ്സും കാര്യങ്ങളൊക്കെ ചെയ്തു. ആ ഫോർഗീവ്നെസ്സിലൊക്കെ കൂടെയാണ് ഈ ഓൾഡ് പണിയൊക്കെ തിരിച്ച് വരാൻ തുടങ്ങിയത്. ഫോർഗീവ്നെസ് കുറെ ട്രോമകളൊക്കെ ഉണ്ടല്ലോ, ട്രോമകളൊക്കെ ഹീൽ ചെയ്തപ്പോഴത്തേക്ക് ആ ഹീലിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഓരോ ബ്ലോക്കുകൾ നമുക്ക് ഇത് ബ്രേക്കായി വരുന്നത്. മണി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മണിയായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ നല്ലതാവുന്നുണ്ട്. മണി വരുന്നുണ്ട്. കുറെ ടെക്നിക്കുകൾ പിന്നെയും നമ്മൾ കണ്ടിന്യൂസ് ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് കുറെ ടെക്നിക്കുകൾ, പുതിയ ടെക്നിക്കുകൾ പഠിപ്പിക്കുന്നു. അതൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. നിങ്ങൾ ഭയങ്കരമായിട്ട് റിസർവ്, ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഒരു ഭയങ്കര ആവേശത്തിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നൊന്നുമല്ല, പക്ഷെ വളരെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഇത് അതിൻ്റെ ഒരു ചേഞ്ച് ആണോ? അത് അങ്ങനെ തോന്നുന്നുണ്ടോ? അതെ 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 ശാന്തത, അതെ ഒരു ശാന്തത നിങ്ങൾക്ക് അതെ അതെ ഞാനിപ്പോ ഈ മെഡിറ്റേഷൻ തൊട്ട് മുമ്പ് നമ്പർ ടാപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വന്നിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്തില്ലല്ലോ. അപ്പൊ അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എത്തുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. ഇത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം, ഓഡിയൻസിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ചെറിയ ഇൻട്രൊഡക്ഷൻ നൽകാം. അതായത് നമ്മുടെ ഈ പ്രോഗ്രാമിൽ അദ്ദേഹം എസ്പെഷ്യലി അഡ്വാൻസ് ചെയ്ത സ്ഥിതിക്ക് അധിക ടൂളുകളും അഡ്വാൻസിലുള്ള ടൂളുകളാണ് ഉപയോഗിക്കുക. അഡ്വാൻസിലുള്ള ടൂളുകൾ ഭയങ്കര ഫാസ്റ്റാണ്, പവർഫുള്ളാണ്. അപ്പോൾ EFT ബേസിക് ചെയ്ത കുറേ ആൾക്കാരുണ്ടാവും. അവരോട് പറയാനുള്ളത് അഡ്വാൻസ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം.
അപ്പോൾ അഡ്വാൻസിലുള്ള ഒരു ടൂളുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ട്രോമ ഹീലിംഗ് അവിടെ നടക്കുന്നുണ്ട്, ഡീപ്പർ ലെവലിലെ ഹീലിംഗ് നടക്കും, പ്ലസ് എനർജി ക്ലിയറിംഗ് നടക്കും. എനർജി ക്ലിയറിംഗ് എന്താണ്? എനർജി ബ്ലോക്ക് ഉണ്ടാവും നമുക്ക്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയില്ലേ, എന്താണെന്നറിയില്ല ഒരു തട്ടുമുട്ട്, എന്താണെന്നറിയില്ല കാര്യങ്ങൾ അങ്ങ് ശരിയാവുന്നില്ല, എന്താണെന്നറിയില്ല ഒരു എത്ര പല ചെയ്തിട്ടും കാര്യങ്ങൾ അങ്ങ് നടക്കുന്നില്ല എന്നൊരു സംഗതി ഉണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് എന്താ വെച്ചാൽ ഒരു ചില നെഗറ്റീവ് എനർജികളുണ്ട് നമ്മുടെ ചുറ്റും. അത് നമ്മൾ ചിന്തിച്ച് വെച്ചിട്ടുണ്ട്, മറ്റുള്ളവർ നമ്മളിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് ബാധിക്കുന്നതായിട്ടുള്ള പലതരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പലപ്പോഴും വിശ്വസിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള എനർജികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളെല്ലാം അധികം ആൾക്കാർക്കും പറയുന്നൊരു സംഗതിയാണ് ഈവിൾ ഐ എന്ന് പറയുന്നൊരു സാധനമുണ്ട് അല്ലേ, അസൂയ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഈ സംഗതികളൊക്കെ എനർജി ആയിട്ടുണ്ടോ? ലേറ്റസ്റ്റ് പഠനങ്ങൾ പല മേഖലകളിലുമുള്ള ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഇത് ഞാനൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും എന്നോട് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറയാം. പക്ഷേ ഇത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഉണ്ട് എന്നാണ് ഈ മേഖലയിൽ പഠനം നടത്തിയിട്ടുള്ള ആൾക്കാർ പറയുന്നത്. സോ പലപ്പോഴും പല ലൈഫിൽ പല ആൾക്കാർക്കും പലതും ചെയ്തിട്ട് നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ ഈ കൈൻഡ് ഓഫ് എന്താ പറയുക, അഡ്വാൻസ് പ്രോഗ്രാമിലേക്ക് വരുമ്പം നിങ്ങളുടെ ഡയമെൻഷൻ വേറെ ലെവലിലേക്ക് പോകാം. നിങ്ങളുടെ എനർജി ലെവൽ എന്ത് ചെയ്യാണ്, വേറെ ലെവലിലേക്ക് പോവാണ്. വേറെ ലെവൽ എന്ന് പറയുമ്പോൾ അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4th ഡയമെൻഷൻ ഉണ്ട്, നമ്മൾ 3rd ഡയമെൻഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ 3rd ഡയമെൻഷൻ അല്ലെങ്കിൽ 2 ഡയമെൻഷനിലാണ്, 2nd ഡയമെൻഷനിലും ഒക്കെ നിൽക്കുന്നവരുണ്ട്. അതായത് വളരെ ലോ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ ആ 3rd ഡയമെൻഷൻ വരെ, 2nd ഡയമെൻഷൻ മുതൽ 3rd ഡയമെൻഷൻ വരെ എന്ന് പറഞ്ഞാൽ സ്ട്രഗിളിങ് പീരീഡാണ്. ലൈഫിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, എന്ത് ചെയ്താലും ഇങ്ങോട്ട് റെഡി ആവില്ല. അപ്പാകും താഴേക്ക് പോകും, അപ്പാകും താഴേക്ക് പോകും, അപ്പോഴും വലിച്ച് താഴേക്ക് ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പരാജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എത്ര കഷ്ടപ്പെട്ട്, അവിടെ കഷ്ടപ്പാട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടായി മിച്ചമുണ്ടായി കുറച്ച് കഴിഞ്ഞാൽ അതും നഷ്ടപ്പെടും. സോറി, എത്ര പേർക്ക് പരിചയമുണ്ട്? ഓക്കെ, ഈ ഒരു സംഗതി ജേണി സ്ട്രഗിളിങ് ലൈഫാണ്. ഈ അഡ്വാൻസ് പ്രോഗ്രാമിൽ നമ്മൾ എന്താ വെച്ചാൽ ഈ ലെവലിൽ നിന്ന് നമ്മളെ അങ്ങ് രക്ഷപ്പെടുത്തുക. ഈ ലെവലിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് നമ്മൾ നേരെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഇതിൻ്റെ അടുത്ത സ്റ്റേജ് ഉണ്ട്, 4th ഡയമെൻഷൻ, ദെൻ 6th ഡയമെൻഷൻ, 5th ഡയമെൻഷൻ, ദെൻ 6th ഡയമെൻഷൻ, ദെൻ 7th ഡയമെൻഷൻ. അപ്പോൾ ഇത് ഓരോന്നിലേക്കും പോകുമ്പോൾ എന്താ സമയത്ത് നമ്മുടെ എനർജി ലെവൽ ചേഞ്ച് ആയി വരും. അപ്പോൾ 200 എന്ന് പറയുന്ന ഒരു എനർജി ലെവലുണ്ട്, അതിനും അതിൻ്റെ താഴേക്കുമുള്ള എനർജി ലെവൽസ് ആണെന്ത് ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രഗിളിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ 300ലും കുറേശ്ശെ സ്ട്രഗിൾസ് ഉണ്ടാകും, പക്ഷെ കമ്പാരിറ്റീവ്ലി എളുപ്പമായിട്ടുണ്ടാകും. അത് പിന്നെ 400ലേക്കും 500ലേക്കും 600ലേക്കും 700ലേക്കും എത്തുമ്പോഴാണ് ഈ 7th ഡയമെൻഷൻസ് നമ്മൾ കവർ ചെയ്യുന്നത്. നമ്മളെന്ന് പറയുന്ന ലൈഫ് വേറെ ലെവലിലേക്ക് പോകും. അപ്പോൾ അതിലേക്ക് ബൈപ്പാസ് ചെയ്യാനും 7th ഡയമെൻഷനിൽ 6th ഡയമെൻഷനിലേക്കും 7th ഡയമെൻഷനിലേക്കൊക്കെ ബൈപ്പാസ് ചെയ്യാൻ സഹായിക്കുന്ന പ്രാക്ടീസാണ് ഇവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഷോർട്ട് കട്ടുകൾ. ആ ഷോർട്ട് കട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഇവരെന്ത് ചെയ്യുന്നത്, എന്തായി മാറുന്നത്. ഈ 7th ഡയമെൻഷനിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം? 6th-ലേക്കും 7th-ലേക്കും പോകുമ്പോൾ 5th, 6th, 7th ഡയമെൻഷനിലേക്ക് പോകുമ്പോൾ ചിന്തകളുടെ എണ്ണം കുറയും. ചിന്തകളുടെ എണ്ണം കുറയുമ്പോൾ ആള് ഭയങ്കരമായിട്ട് ശാന്തനാവും. പിന്നെ സംസാരമൊക്കെ ഈ പറഞ്ഞതുപോലെ എന്തായി മാറും? അദ്ദേഹം പറഞ്ഞില്ലേ, വേറെ ആളെ കണ്ടപ്പം സന്യാസിയെ പോലെ എന്ന് പറഞ്ഞില്ലേ, കുറച്ച് മാത്രം സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെ സന്യാസിയെ പോലെ ആയി പോകുമെന്ന് വിചാരിച്ച് പേടിക്കേണ്ട, അതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ സംസാരം കുറയ്ക്കും. നമുക്ക് ഇത്ര സംസാരിക്കേണ്ട ആവശ്യമില്ല, എല്ലാത്തിനും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഏത് 2 കഞ്ചാവ് വലിച്ചാലോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഡ്രഗ്സ് ഉപയോഗിച്ചാലോ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാരെ കാണാം. ഭയങ്കരമായിട്ട് ഇങ്ങനെ വല്ലാണ്ട് ഹാപ്പിനെസ് ബ്ലിസ്സിൽ. ഇതൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ ശരീരത്തിൽ തന്നെ ആക്ച്വലി സൈലോസൈബിൻ എന്ന് പറയുന്ന ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ, അതിലെ അത്തരത്തിലുള്ള ഒരു കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റും. അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്, വല്ലാത്ത ബ്ലിസ് സ്റ്റേറ്റാണ്. അത് ഡയമെൻഷൻ മുകളിലോട്ട് പോകുന്നതാണ്. അപ്പോൾ സംസാരം കുറയും, ദേഷ്യം കുറയും, എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും പീസ്. ഇതാണ് നൗഫൽ ഭായ് ഒക്കെ ഇപ്പോൾ ചെറുതായിട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു വേർഷൻ എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, നൗഫൽ ഭായ് ഷെയർ ചെയ്യൂ, വൈ ആൻഡ് ഹൗ ഇറ്റ് ഈസ് എഫക്റ്റിംഗ് യുവർ പേഴ്സണൽ ലൈഫ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ, ലവ് റൊമാൻസ് ലൈഫ്. ആ ഒരു സെക്കൻഡ് ടൈം നിങ്ങൾ, എനിക്ക് തോന്നുന്നു, ഹീൽ ചെയ്യാൻ വന്നിരിക്കുന്നത് അത്തരത്തിലുള്ളൊരു ചലഞ്ചസ് അല്ലെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്ന വലിയൊരു ഡീപ്പ് ട്രോമ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനെക്കുറിച്ച് ഇഫ് യു ഡോണ്ട് മൈൻഡ് പറയാൻ പറ്റുമെന്നാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ, ഷെയർ ചെയ്യാൻ. അല്ല, ഡീപ് ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ മുമ്പ് സംഭവിച്ചിട്ടുള്ളൊരു സംഭവമാണ്. അതെനിക്ക് ഒറ്റയ്ക്കെടുത്ത് ഹീൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. അത് ആ ട്രോമ ഹീൽ ചെയ്യുകയും വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ വന്ന് ചെയ്തതാണ്. ഡാൻസ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഞാൻ കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു ട്രോമ
മെയിനായിട്ട് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് എനിക്കത് വിശ്വാസമില്ലായിരുന്നു സീറോ ആവുമെന്ന്, സീറോയിലോട്ട് എത്തുമെന്ന്. അത്രയ്ക്ക് ഒരു ഡീപ് ട്രോമ ആയിരുന്നു. അപ്പം അത് സീറോ ആയിട്ട് എത്തി. ആ പൊസിഷൻ ഇപ്പം ആലോചിച്ചാലും നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. അതല്ലെങ്കിൽ അത് ആലോചിക്കുന്ന സമയത്ത് അതൊരു വല്ലാത്തൊരു പെയിൻ, കാല് വിറയ്ക്കുമായിരുന്നു. കാല് വിറക്കുമായിരുന്നു. ഭയങ്കരമായിട്ട് ഇമോഷണൽ. അത് വർഷങ്ങളെ 2014 സംഭവിച്ച 2014 ടു 2025 11 വർഷം മുമ്പ് സംഭവിച്ചത്. അദ്ദേഹം ഇപ്പൊ അത് സംസാരിക്കുന്നത് വളരെ വളരെ കാമായിട്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി എന്താന്നുള്ളത് എനിക്കറിയാം. അന്ന് അത് ഹീൽ ചെയ്യുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ, സഹിക്കാൻ പറ്റാതെ പൊട്ടി 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 ഒരു കുഞ്ഞു കുട്ടി കരയുന്ന പോലെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും ഒരു എന്താ പറയുക, അപ്പൊ അത് അത്രയ്ക്കും അദ്ദേഹത്തെ ബാധിച്ച ഒരു ട്രോമയായിരുന്നു അത്. അങ്ങനെയുള്ള നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഒരിക്കലും അത് മറക്കാൻ കഴിയില്ല, ഒരിക്കലും എടുത്തു കളയാൻ കഴിയില്ല എന്നൊക്കെ വിചാരിക്കുന്ന ചില പെയിൻ ഉണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ. അതും എടുത്ത് കളയാം എന്നുള്ളതിൻ്റെ റിയൽ എക്സാമ്പിളാണ്. എന്നിട്ട് ലൈഫ് അതിൽ നിന്ന് ഫ്രീഡം നേടാം. സമാധാനമുള്ളൊരു ജീവിതം, സന്തോഷമുള്ളൊരു ജീവിതം, സുഖമുള്ളൊരു ജീവിതം, അബണ്ടൻസ് ഉള്ളൊരു ജീവിതം. ആ അബണ്ടൻസ് ഉള്ളൊരു ജീവിതം നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാൻ പറ്റും. നഫൽ ബൈ, വാട്ട് ആർ ദ അതർ ഫേവറേറ്റ്? നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ മറ്റേ ഒരു തെറാപ്പിയെ കുറിച്ച് നമ്മൾ ചെയ്ത സമയത്ത് റീബർത്ത്. ഓക്കെ, ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? വൂം തെറാപ്പി വൂം തെറാപ്പി എനിക്ക് നല്ല അനുഭവമാണ്. അതൊരു മിറാക്കിളാണ്. പലരും നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് അപ്പോഴും തൊട്ടേ ട്രോമാസ് ഉണ്ടെന്നുള്ളതൊക്കെ അറിവ് ഞാൻ ഈ അഡ്വാൻസ്ഡ് വന്നപ്പോഴാണ് അറിയുന്നത്. തെറാപ്പി അത് എനിക്ക് എന്റേതിനേക്കാൾ കൂടുതൽ ഞാൻ അവിടെ കണ്ട കാര്യങ്ങളാണ്. കാര്യം പിന്നെ പലരുടെ അനുഭവങ്ങൾ വിളിച്ചു ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇന്ന മാസത്തിൽ ഇന്ന പ്രോബ്ലം ഉണ്ടായിരുന്നു അവർക്ക് പോലും അറിയാത്ത പ്രശ്നങ്ങൾ. പിന്നെ നമ്മളാ ഈ സെക്കൻഡ് അഡ്വാൻസിന് മറ്റേ റഷീദ മകളും അന്ന് റഷീദ മാമിന് പോലും ഓർമ്മയില്ലാത്ത കാര്യം മകൾ ഓർമ്മിപ്പിച്ചത് സസ്യമിറക്കൽ. അതായത് വോക്ക് തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ അധികം 80% നമ്മളുടെ ട്രോമാസും ആക്ച്വലി കിടക്കുന്നത് ഗർഭപാത്രത്തിലുള്ള സമയത്താണ്. ഓക്കെ, ഗർഭപാത്രത്തിൽ നിങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് 9 months പീരീഡിനിടയിൽ നമ്മൾ അനുഭവിക്കുന്ന ട്രോമയുണ്ട്. അവിടെ ഒരു റഷീദ മാമിൻ്റെ കാര്യം ഇപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റഷീദ മാം ഇത് യെസ് എന്ന് പറയുന്നു, കമൻ്റ് ചെയ്യുന്നു. റഷീദ മാമും മകളും ഒരുമിച്ചാണ് പങ്കെടുക്കുന്ന സമയത്ത് മാം അനുഭവിച്ച ഒരു ലാസ്റ്റ് മന്തിൽ അനുഭവിക്കുന്ന ഒരു ഡിഫിക്കൽറ്റി ഉണ്ട്. മാം അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ മകൾക്ക് ഡെലിവറി എന്ന് പറയുന്നത് ഹോം തെറാപ്പിയിൽ ഒരു നമ്മൾ എന്താ വെച്ചാൽ റീബർത്ത് എന്ന് പറയുന്ന സംഗതി സംഭവിക്കണം, അല്ലെങ്കിൽ ഡെലിവറി സംഭവിക്കണം. അപ്പോൾ അത് തെറാപ്പിയിലെ ഒരു പാർട്ടാണ്. അത് നടക്കുന്നില്ല, കുട്ടി അത് സ്ട്രഗിൾ ചെയ്യണം, പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഷോൾഡറിൻ്റെ ഭാഗത്ത്. ഈ സ്റ്റോറി പിന്നീട് ഇത് കഴിഞ്ഞിട്ട് പറയുമ്പോൾ അതേ പെയിൻ റഷീദ മാമിന് ഇവിടെ ട്രിഗർ ആവുകയാണ് ഇതേ സ്ഥലത്ത്. അപ്പോഴാണ് മാമിന് ആ മെമ്മറി ട്രിഗർ ആവുന്നത്. മെമ്മറി ശരിയാണ്, എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിക്കുന്നത്, അന്ന് ആ സമയത്ത് സ്വന്തം ഉമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ കൂടെ വരാൻ പറ്റാത്ത വിഷമം വല്ലാണ്ടുണ്ടായിരുന്നു. ആ ഒരൊറ്റ വിഷമം മാത്രമാണ് റഷീദ മാം ഉണ്ടായിരുന്നത്. അതായിരുന്നു അന്നത്തെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ദാറ്റ് വാസ് എ ട്രോമ. അത് കുട്ടിയുടെ ബോഡിയിൽ ഇപ്പോഴും ഉണ്ട് എന്ന് കുട്ടി തിരിച്ചറിയുന്ന ഒരു അവസ്ഥ. ഭയങ്കര ഞങ്ങളെല്ലാവരും ഷോക്കായി പോയ മിറക്കിളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. സോ അത് പക്ഷേ ഹീൽ ചെയ്തു, വി ഹീൽ ദാറ്റ്. അപ്പോൾ അത് ഹീൽ ചെയ്യുന്നതോട് കൂടിയാണ് എന്താ വെച്ചാൽ ആ ഒരു പെയിൻ അവിടെ ഹീൽ ചെയ്യുന്നതോട് കൂടിയിട്ട് അതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാമിനുള്ള കുറേ സ്ട്രഗ്ലിംഗ് സ്റ്റേജസ് ഉണ്ട്, ഫേസസ് ഉണ്ട് ലൈഫിൽ വന്നിട്ടില്ല. ആ ഒരു കൈൻഡ് ഓഫ് എനർജി അടക്കം ഒരുപാട് പെയിൻഫുൾ എക്സ്പീരിയൻസ് കടന്നു പോയിട്ടുണ്ട്. റഷീദ മാമിനോട് ഉണ്ട്, തീർച്ചയായിട്ടും നമുക്ക് മാമിനോട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം. എന്നാലും ഇന്നത്തെ ഗസ്റ്റ് നോഫലായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യാം. സോ നഫൽ ഭായ്, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ട്രോമാസ് ഓരോ തെറാപ്പീസും കഴിഞ്ഞു പോയി, ഓരോ ഘട്ടവും കഴിഞ്ഞു പോകുമ്പം ലേറ്റർ സ്റ്റേജിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫാമിലി ലൈഫിലുള്ള ഇമ്പ്രൂവ്മെന്റ്സ് എന്തൊക്കെയാണ്? ഫാമിലി ലൈഫിൽ എനിക്കിപ്പം എന്തെല്ലാം പ്രശ്നമൊന്നുമില്ല, എല്ലാം കറക്റ്റ് ആയിട്ട് പോവുകയാണ്. ബട്ട് ഈ ട്രോമാസ് ഒക്കെ ഞാൻ ഇപ്പോഴും ഫൈൻഡ് ഔട്ട് ചെയ്യും, അത് പിന്നെ ഹീൽ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഹാജറ മാമായിട്ടുള്ള 1-to-1 സെഷൻസിൽ ആണ് എന്റെ ട്രോമാസ്. ഇപ്പം ഹാജറ മാമിനെ വിളിച്ചു ചോദിച്ചാൽ എന്റെ ട്രോമാസ് എന്താന്ന് എന്നെക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയാം.
എന്താണ് അവരുടെ സപ്പോർട്ടിനെ പറ്റി, നമ്മുടെ ടീമിന്റെ സപ്പോർട്ടിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അത് ഈ പറഞ്ഞ പോലെ നമ്മളെക്കാൾ ആത്മാർത്ഥമായിട്ട് നിൽക്കുക. എനിക്ക് മെന്ററായിട്ട് വന്ന ആചരണമാണ്. വളരെ ഒരു സ്വന്തം ഡയമെൻഷനിലാണ് ജീവിക്കാൻ. അപ്പൊ പിന്നെ അത്ര ആത്മാർത്ഥമായിട്ട്. അപ്പൊ ഞാൻ പറയും ചിലപ്പോ ഹീൽ ചെയ്ത് 2 മണിക്കൂറൊക്കെ അപ്പൊ അടുത്ത ഇതിലോട്ട് ഞാൻ പറയും ഇതും കൂടെ ഒന്ന് ഹീൽ ചെയ്തിട്ട് പോവാം. ഈ ഒരു ട്രോമ സാറിന് ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ഈ ട്രോമ ഹീലിങ്ങിലോട്ട് അധികം പോകാൻ ഫസ്റ്റ് അഡ്വാൻസ് കഴിഞ്ഞപ്പോ ഒന്നും ട്രോമ ഹീലിങ്ങിലോട്ട് വലുതായിട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല. എനിക്ക് ട്രോമ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മേള. മാം പറയും ഉണ്ട്, കാണും, ഇന്ന പ്രോബ്ലം ഉണ്ട്, അതിന് ട്രോമ കാണും. ഞാൻ പറയും ഇല്ല, എനിക്ക് ട്രോമ ഇല്ല എന്ന് പറഞ്ഞ സാക്ഷിയാണ്. പിന്നീടാണ് ഞങ്ങൾ ഓരോന്നോരോന്ന് കണ്ടുപിടിച്ചപ്പോ ലക്ഷക്കണക്കിനുണ്ട്. അതെ, അതെ. അതാണ് നമ്മളുടെ ഒരു സംഗതി. നമ്മൾ അധികം ആൾക്കാരും ചിന്തിക്കുന്ന ഒരു സംഗതി. നിങ്ങൾ കോൺഷ്യസ്ലി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഒരുപാട് ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷെ ലൈഫിൽ ഒരു എന്താ പറയുക, അലൈൻമെന്റ് ഉണ്ടാവില്ല. കറക്റ്റ് എന്താ പറയുക, കറക്റ്റ് ടൈമിലുള്ള ഉറക്കം കിട്ടുന്നുണ്ടാവില്ല. ബോഡി ഫ്രീ ആയിരിക്കില്ല. അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ നോർമലാണ് ആൾക്കാരുടെ വിചാരം. ഇതല്ല നോർമൽ. നൗഫൽ ഭായിയൊക്കെ ഇപ്പം അനുഭവിക്കുന്ന അതാണ് നോർമൽ. അത് മിറക്കിൾസ് അല്ല. നമ്മൾ അധികം ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, മിറക്കിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് മറ്റുള്ളതൊക്കെ മിറക്കിൾസ് ആണ്, ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളതാണ്. അല്ല, അതല്ല നോർമൽ. അത് ഒരുപാട് ആൾക്കാർ അങ്ങനെ അനുഭവിച്ചതുകൊണ്ട്, ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയുന്നതുകൊണ്ട് അത് നോർമലായി തോന്നുകയാണ്. നോർമൽ ലൈഫ് എന്ന് പറയുന്ന ശാന്തതയുള്ള, സമാധാനമുള്ള, വല്ലാത്ത സുഖമുള്ള, അത്ഭുതങ്ങളെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന വെറും അത്ഭുതങ്ങളല്ലാത്ത, അത് അത്രയ്ക്കും സിമ്പിളായിട്ട് ജീവിക്കേണ്ടതാണ് നമ്മൾ. പക്ഷേ അത് നമ്മൾ എന്താ വെച്ചാൽ നമുക്കത് അറിയില്ല. നമുക്കതെങ്ങനെ ആക്സസ് ചെയ്യാം, അതെങ്ങനെ നമുക്ക് നോർമലാക്കാം എവരിഡേ ലൈഫ്. അതിനാദ്യം ചെയ്യേണ്ട ചിന്തകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് സിമ്പിൾ. ചിന്തകളുടെ എണ്ണം കുറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സമാധാനം വരും. അങ്ങനെ ചിന്തകളുടെ എണ്ണം കുറഞ്ഞ് ഒരു ചിന്ത ഇങ്ങനെ വന്നിട്ട് അടുത്ത ചിന്ത വരുന്നതിനിടയിൽ ഒരു സമയം വേണം. ഇപ്പം അതിനുള്ള സമയമുണ്ടോ? ആ സമയത്തിൻ്റെ ഇടയിൽ കിട്ടുന്നൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് എത്ര കണ്ട് വലുതാക്കാൻ പറ്റുമോ? ചിന്തകളില്ലാത്തൊരു ലോകമുണ്ട്. ആ ലോകത്ത് ഇങ്ങനെ ചെന്നിരിക്കുമ്പോൾ കിട്ടുന്ന ബ്ലിസ് എന്ന് പറയും, അതാണ് ആനന്ദം, അതാണ് പരമാനന്ദം, അതാണ് വല്ലാത്ത ഫീലിംഗ്. അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റെപ്സുകളുണ്ട്. അതിൽ ഞാൻ ചോദിക്കട്ടെ, എന്ത് ടിപ്സാണ് നൗഫലിന് കൊടുക്കാനുള്ളത് ഇവർക്ക്? എനർജി ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞൊരു ടിപ്സ് പറഞ്ഞു, വേറെ എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റുക? നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്? നിങ്ങൾ ഞാൻ പഠിച്ചത് മെയിനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുന്നു പറയാ. അല്ല, ഞാൻ പഠിച്ചതിൽ വെച്ച് ഒന്ന് എപ്പോഴും എനർജി ഹൈ ആക്കി വെച്ചേക്കുക എന്നുള്ളതാണ്. എനർജി ഈസ് എവറിത്തിങ്. ഈ നമ്മുടെ എനർജി ഇത് പിന്നെ ആ ഓറ കറക്റ്റ് ആയി കഴിഞ്ഞാൽ, ക്ലിയർ ആയി കഴിഞ്ഞാൽ, അതിനകത്ത് നെഗറ്റീവ് എനർജി ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നതെല്ലാം, ചുറ്റുമുള്ളതെല്ലാം പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ അതിന് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം നമ്മൾ ചെയ്യണം. ഒന്ന്, ഈ പറയുന്ന പോലെ പഴയ ട്രോമകളൊക്കെ നമ്മളെ ഉള്ളിൽ കിടക്കുന്നത് ഹീൽ ചെയ്ത് പോകണം. അതിനൊപ്പം തന്നെ പുതിയതുകൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, നെഗറ്റിവിറ്റി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അപ്പോഴപ്പോഴും ഹീൽ ചെയ്ത് വിട്ട് എപ്പോഴും നമ്മുടെ എനർജി ലെവലിന് വാല്യൂ കൊടുത്ത് അത് മുമ്പോട്ട് ഹൈ ആക്കി നിർത്തി പോവുക. ഓക്കെ. അടുത്തൊരു ടിപ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അടുത്ത ഒരു അഡീഷണൽ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇത് പഠിക്കുക ടൂൾസ് പഠിക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്കെല്ലാം റിസൾട്ട് ഉണ്ട്. പ്രാക്ടീസ് ചെയ്യാത്തവർ അതിൽ നിന്ന് വിട്ടുപോയി വീണ്ടും ഒന്നുകൂടെ ചെയ്യേണ്ട അവസ്ഥയിലൊക്കെ എത്തും. എന്താണ് നിങ്ങൾ പോലെ മറ്റുള്ളവരോട് റിപ്പീറ്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ ഇങ്ങനത്തെ പ്രോഗ്രാംസുകൾ? അല്ല, അത് അവരുടെ ഓരോരുത്തരുടെയും സ്റ്റേജ് അനുസരിച്ചാ. ഇപ്പൊ ഞാൻ എന്റെ സ്റ്റേജ് അനുസരിച്ച് റിപ്പീറ്റ് ചെയ്യണം. എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ ഒരു ഹീലിംഗ് ജേണി എനിക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടായി. അപ്പൊ ഞാൻ പിന്നെ ഇനിയും പൈസ ചിലവാക്കിയാലും കുഴപ്പമില്ല. നാം ചെലവാക്കുന്ന പൈസ വെറുതെയാണ് എന്ന് നമുക്ക് തോന്നിയാൽ പിന്നെ നമുക്ക് ഒന്നുകൂടെ വന്ന് ഹൈ ഹീൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഞാൻ ഇനിയും അഡ്വാൻസ് ചെയ്യും എന്ന് പറഞ്ഞു തന്നെ ഇരിക്കുന്ന, ഇനിയും ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. എപ്പോഴാണ് ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി. വെരി ഗുഡ്. ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത് 3 ദിവസം 3 ദിവസം വേറൊന്നുമില്ല. ഹീലിംഗ് അതൊരു അനുഭവം തന്നെയാണ്.
അതായത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു ഗുരുവിൻ്റെ അടുത്ത് പഠിച്ച ഒരു കാര്യമാണ്. ഞാൻ ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇതേപോലെ നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ലോണം ബെനിഫിറ്റ് കിട്ടുന്ന, എസ്പെഷ്യലി നമ്മുടെ എനർജി ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യുന്ന അതൊരു അവസരം തന്നെയാണ്. കാരണം ഒരാളെ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ടീം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ എനർജി കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്നത് പോലെ 3 ദിവസം ഇരുന്ന് നമ്മളുടെ മുന്നിൽ പണിയെടുത്ത് നമ്മളിങ്ങനെ ഇരുന്ന് അങ്ങനെ ചെയ്താൽ മതി. അതിൻ്റെ കൂടെ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു കൂട്ടായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശമുണ്ട്, ഒരു രസമുണ്ട്. അതിൽ ഓരോരുത്തർക്ക് റിസൾട്ട് കിട്ടുന്നത് കാണുമ്പോൾ അത് ഷെയർ ചെയ്യുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് നമ്മളുടെ താഹിറ റഫീഖ് ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് വിളിക്കാം. എന്താണ് താഹിറ റഫീഖ്? ഒന്ന് ജസ്റ്റ് ഒന്ന് വരാം. ആർ യു ദേർ? യാ, സേ ഹായ്. ഒന്ന് ഹായ് പറയാവോ? Yes, sir. എന്താണ് നിങ്ങളും നമ്മുടെ കേൾക്കാം. നൗഫൽ ബായുടെ കൂടെ ജോയിൻ ചെയ്ത ആളായിരുന്നില്ലേ സെക്കൻഡ് പ്രോഗ്രാമിൽ അല്ലേ? അതെ അതെ അതെ. അന്ന് അന്ന് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ് നൗഫൽ ബായുടെ ഈ ഒരു സെഷൻ കേട്ടപ്പോൾ എന്താ തോന്നുന്നത്? ഞാനിപ്പോ നൗഫൽ സംസാരിക്കുന്ന കേട്ടപ്പോഴേ അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഇപ്പൊ ശരിക്കും ഇങ്ങനെ കണ്ടപ്പോ ഒന്ന് വീഡിയോ ഓണാക്കി വന്നതാണ്. ഭയങ്കര സന്തോഷം. സന്തോഷം. സംസാരമൊക്കെ നിങ്ങളെല്ലാരും കേട്ടിട്ട് കുറച്ചേ ഭയങ്കര സാറ് സംസാരിക്കുന്നുള്ളൂ. ചേഞ്ചസ് ഒക്കെ കേട്ടിട്ട് ഭയങ്കര സന്തോഷം ഫീൽ ചെയ്തു. നിങ്ങളെല്ലാരും ഇപ്പൊ കുറച്ചേ സംസാരിക്കുന്നുള്ളൂ. ഇങ്ങനെയല്ല. എനിക്കിവിടെ കുറച്ച് നന്നായിട്ട് സംസാരിക്കണം നിങ്ങൾ. ഹലോ, കേൾക്കുന്നില്ല മാം. മാമിന് സിഗ്നൽ കട്ടാ. ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഓക്കെ, ഇപ്പൊ കേൾക്കാം. കേൾക്കാം. അതെ. പറഞ്ഞോ. ആ ഞാനേ ഇച്ചിരി നേരം സാറത് കണ്ടപ്പോഴേ ഇന്ന് ആരാ വരുന്നേ നോക്കാൻ വേണ്ടി അങ്ങനെ ജസ്റ്റ് കെയർ ചെയ്താ. മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോ നൗഫൽ സാറെയാ കണ്ടേ. അപ്പൊ സാറിൽ നിന്ന് കേൾക്കാന്ന് കരുതി ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പിയാണ്. അപ്പോ ഞാൻ പ്രാക്ടീസിലൂടെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ പ്രാക്ടീസിലൂടെ ഒരുപാട് എനിക്കൊരു കാര്യത്തോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാൻ അന്ന് നമ്മുടെ 3 ദിവസത്തെ അഡ്വാൻസ് സെക്ഷൻ ഉണ്ടല്ലോ, ആ സമയത്ത് സാർ ഒരു ലിസ്റ്റ് എഴുതി വെക്കാൻ വന്നപ്പോ അതിൽ ഞാൻ എഴുതി വെച്ച് സെക്കൻഡ് വന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് എനിക്ക് 2 days ബിഫോർ സംഭവിച്ചു. എന്താണ് സംഭവം? ഞാൻ എഴുതിയത് വെച്ചാ ഹസ്ബൻഡിന് പ്രൊമോഷൻ. അത് ഞാൻ എഴുതിയ സമയത്ത് തന്നെ ഹസ്ബൻഡ് വിളിച്ച സമയത്ത് പറഞ്ഞിരുന്നു അവിടെ ഓഫീസിൽ അതിന്റെ ഒരു ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇന്നലെ അതിന്റെ ഓഫർ ലെറ്റർ, നിന്നെയാണ് ഓഫർ ലെറ്റർ വരലും ഒക്കെ കഴിഞ്ഞു പ്രൊമോഷനായിട്ട്. അപ്പോ അത് കുറേ മുമ്പേ നമ്മൾ ആഗ്രഹിക്കുന്നതായിരുന്നു, പക്ഷെ അത് സംഭവിക്കില്ല എന്ന് കരുതിയ ആയിരുന്നു. അങ്ങനെ ഒരു സംഭവം നടക്കും. ഹോസ്പിറ്റലിലാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത്, പക്ഷെ അത് അവിടെ ഒരു ഹെഡ് ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഓഫർ ലെറ്റർ വന്ന അതാ പ്രൊമോഷൻ ലെറ്റർ വന്നു കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഹാപ്പി. കാരണം ഞാനത് എഴുതി വെച്ചൊരു സംഭവമായിരുന്നു. അന്നാ 3 days സെഷനിൽ നമ്മള് സാർ എഴുതാൻ പറഞ്ഞ സമയത്ത് ഞാൻ സെക്കൻഡ് എഴുതി വെച്ചതായിരുന്നു. അത് നടന്നു. വെരി ഗുഡ്. ഐ എം സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ആ തടസ്സങ്ങളൊക്കെ മാറി, ആ ഒരു തട്ടുമുട്ട് പ്രയാസങ്ങളൊക്കെ നീങ്ങി, നിങ്ങളുടെ കാര്യങ്ങൾ നല്ല രീതിയിലേക്ക് അനുകൂലമാവുന്നു, കാര്യങ്ങൾ റെഡിയായി വരുന്നു. വളരെയധികം സന്തോഷം. വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നു. താങ്ക് യു സോ മച്ച്. ഐ എം റിയലി ഹാപ്പി ഫോർ യു. താങ്ക് യു മാം, ഷെയറിങ് യുവർ ഹാപ്പിനെസ്. ഓക്കെ, നൗഫൽ ഭായ്, ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ എന്താണ്? ഇതൊക്കെ സത്യമാണോ? എന്താ തോന്നുന്നത്? തീർച്ചയായും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നതല്ലേ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതല്ലേ. അപ്പൊ എനിക്കത് പറയുന്നതിനകത്ത് ബാക്കിയുള്ളവർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ്. ഞാൻ ഇതിലേക്ക് ഇപ്പൊ ആളെ കൊണ്ടുവന്നോണ്ടിരിക്കുകയാണ്. അതില് 90% ആൾക്കാരും വിശ്വസിക്കത്തില്ല. വിശ്വസിക്കാത്തവരുടെ ദൗർഭാഗ്യം, വിശ്വസിച്ചവന്റെ ഭാഗ്യം. വിശ്വസിക്കാത്തവന്റെ ദൗർഭാഗ്യം. ഓക്കെ, ഓൾറെഡി സംശയിച്ച് നിൽക്കുന്നവരുണ്ടാവും പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന കാര്യത്തിൽ. ഓക്കെ, ഇവർക്ക് എന്താണ് ഫൈനലി പറയാനുള്ളത്? അതായത് കാരണം ചില ആൾക്കാർക്ക്
അറിയാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, നല്ല താല്പര്യമുണ്ട്, പഠിക്കണം താല്പര്യമുണ്ട്. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പല സംഗതികൾ കൊണ്ടോ അല്ലെങ്കിൽ പലതും സംശയിച്ചു നിൽക്കും. ഇതൊന്നുമല്ല, ബേസിക്കലി നമുക്കൊരു പാറ്റേൺ ഉണ്ടാവും. ഈ ഒരൊറ്റ പാറ്റേൺ കൊണ്ട് മാത്രമാണ് അധികം ആൾക്കാരും സ്റ്റക്കായി നിൽക്കുന്നത്. ഓക്കെ, പലരും അപ്പം അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? What do you have to say? അല്ല, ഞാൻ ഈ ഫസ്റ്റ് അഡ്വാൻസിന് വരുന്നത് പിന്നെ എന്റെ കയ്യിൽ ക്യാഷ് പിന്നെ ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് ഇല്ല. അപ്പോഴും ഞാൻ ഷാഫി സാറിനടുത്ത് ബേസിക്കിന്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നുണ്ട്, ഇതിനകത്ത് വന്നാൽ എനിക്ക് മാറ്റം ഉണ്ടാവുമോ, ഞാൻ അത്രയ്ക്ക് നെഗറ്റിവിറ്റിയിലാണ് എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ സാർ വരൂ, ധൈര്യമായിട്ട് വരൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ എടുത്താണ് ലാസ്റ്റ്. അത് ക്രെഡിറ്റ് കാർഡ് 2.5 ലക്ഷം ഒക്കെ ബാലൻസ് ക്രെഡിറ്റ് കാർഡിന്റെ അവസാനത്തെ എമൗണ്ട് എടുത്താണ് ഞാൻ അഡ്വാൻസിന് വരുന്നത്. അപ്പം 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ എക്സസ് എമൗണ്ടിൽ നിന്ന്, കയ്യിലിരിക്കുന്ന എമൗണ്ടിൽ നിന്ന് എടുത്ത് അടച്ചാണ് വരുന്നത്. രണ്ടാമത് വരുമ്പോ എനിക്ക് ഫിനാൻഷ്യൽ ബ്ലോക്ക് ഇല്ല. ഫസ്റ്റ് വരുമ്പോഴത്തേക്ക് ഞാൻ എന്റെ അവസാനത്തെ കച്ചിത്തുരുമ്പും ചെയ്താണ് അഡ്വാൻസിന് കയറുന്നത്. ഞാനൊരു റിസ്ക് എടുത്തതാണ്. ആക്ച്വലി ഞാൻ ഇത് ചെയ്യുന്നതിന് മുമ്പ് ചിന്തിച്ച്, വെറുതെ ഈ പൈസയും കൂടെ കളയണം, വേണോ വേണ്ടേ എന്നൊരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ആട്ടെ, ഇതും കൂടെ പോന്നെങ്കിലും പോട്ട്, എന്തായാലും നെഗറ്റീവ് ആയിട്ട് ഇതിന് പോയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോകും. ആ സ്റ്റേജിൽ നിൽക്കുക, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സ്റ്റേജ്. അവിടെ നിന്ന് അഡ്വാൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഓരോരോ പൈസകൾ വരാൻ തുടങ്ങി. മിറാക്ലസ് ആയിട്ട് പലതും സംഭവിച്ചു. ആ 2 മാസത്തിനുള്ളിൽ തന്നെ നമ്മള് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തടച്ചാണ് രണ്ടാമത്തെ അഡ്വാൻസ് നേടുന്നത്. അപ്പൊ എന്താണ് ഇവരോട് പറയാനുള്ളത്? വാട്ട് ഡു യു വാണ്ട് ടു സേ? റിസ്ക് എടുത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ലോജിക്കൽ മൈൻഡ് ഒക്കെ മാറ്റിവെച്ച് നമുക്ക് ചേഞ്ച് സംഭവിക്കുമെന്ന് വിശ്വസിച്ച് വരിക. നമ്മള് ഇപ്പം ഒരുപാട് പേർക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റം നമ്മുടെ ലൈഫിലും സംഭവിക്കും. അത് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടം വരത്തില്ല. ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഫൈനലി നമുക്ക് നിങ്ങൾക്കൊരു എന്താ പറയുക, അന്ന് തന്നെ നിങ്ങൾക്ക് സംഭവിച്ചൊരു കാര്യമുണ്ട്. ആ ഒരു ഒറ്റ സെഷനിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അന്ന് മടങ്ങിയതിന് ശേഷമാണോ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, എനിക്കത് വ്യക്ത ഓർമ്മക്കുറവുണ്ട്. ഏതൊരു വസ്തുവിന്റെ പൈസ കുടുങ്ങി കിടക്കുമായിരുന്നു, അങ്ങനെ എന്തോ സംഭവിച്ചൊരു കാര്യം ഓർമ്മിച്ചതുണ്ട്. ഓക്കെ, അതിനെപ്പറ്റിയും അതേപോലെ അടുത്തൊരു ചോദ്യം കൂടെ ഉണ്ട്. ആ ചോദ്യം എന്ന് പറയുന്നത്, നമ്മളുടെ അൺസീൻ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന മെഡിറ്റേഷൻ, ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? ഈ 2 ക്വസ്റ്റ്യൻസും കൂടെ ആൻസർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഓഡിയൻസിന് ചോദിക്കാനുള്ള ചോദ്യങ്ങളായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് എന്ത് ചോദ്യം ഉണ്ടെങ്കിലും അദ്ദേഹത്തോട് ചോദിച്ചോളൂ. അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിൽ അദ്ദേഹം അത് ഷെയർ ചെയ്യും. ബിക്കോസ് അദ്ദേഹത്തിനടുത്ത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കണം, അറിയണം. ഇതൊരു ചാൻസ് ആണ്. ഒരു അഡ്വാൻസ് പ്രോഗ്രാമും ബേസിക്കും ഈവൻ ബിസിനസ് പ്രോഗ്രാമും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ അറിയാൻ പറ്റുന്ന മാക്സിമം സംഗതികൾ ചോദിക്കാം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് ആ വസ്തുവിന്റെ സ്റ്റോറി? എന്താ സംഭവിച്ചത്? അല്ല, ഞാന് പിന്നെ അതിനകത്തൊരു ഡിസ്പ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വസ്തു. അപ്പോഴ് ഞാനിങ്ങനെ പല ഒരു സ്ഥലമാണ്, ലൊക്കേഷൻസ്. കുറച്ച് സ്ഥലമാണ്, സ്ഥലത്തിൽ കച്ചവടമാണ്. അതൊരു 70 ലക്ഷം. അതൊരു പിന്നെ ഒരു പിന്നെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത ഒരു റിയൽ എസ്റ്റേറ്റ് ഇതില് ഞങ്ങള് കൂട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതാണ്. അപ്പൊ അതിനകത്ത് കുറെ ഡിസ്പ്യൂട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതും പ്രോബ്ലവും എല്ലാം ആയിട്ട് കിടക്കുക. അപ്പൊ കുറെ പിന്നെ പ്ലോട്ട്സുകളുണ്ട്. അതിലൊരു പ്ലോട്ടാണ് എന്റേത്. അപ്പോഴും ഞാൻ ഈ അഡ്വാൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോ ഇതിന്റെ അടി ഒരു കൊടുമ്പിരി കൊണ്ട് വയ്ക്കുന്ന സമയം അതിനകത്ത്. അപ്പം ഞാൻ അപ്പോഴ് ഈ അഡ്വാൻസ് കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ ഫോൺ ഓൺ ചെയ്യും. ഫോൺ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ഗ്രൂപ്പില് മൊത്തം പ്രശ്നങ്ങളാ, ഇതിനെ കുറിച്ചുള്ള നെഗറ്റിവിറ്റിയും. അപ്പം ഞാൻ വിചാരിച്ചു, എന്ത് സോൾവ് ആയാലും, അഡ്വാൻസ് വന്നിട്ട് എന്ത് സോൾവ് ആയാലും ഇത് സോൾവ് ആകത്തില്ല. അന്ന് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ പ്ലോട്ടിന് അഡ്വാൻസ് വന്നു. പിന്നെ അത് സെയിലായി. ഇപ്പൊ സെയിലായി, അത് ക്യാഷും വന്നു. 3 മാസം കൊണ്ട് അത് സെയിലായി. 3 മാസത്തെ ഇതായിരുന്നു. അപ്പം അതെനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പണി. അത് എനിക്ക് ഇപ്പൊ എത്ര അഡ്വാൻസിന് മുമ്പ് എനിക്ക് എത്ര എമൗണ്ട് ആവശ്യമുണ്ടോ അത്ര എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് വന്നു. അവര് ചോദിച്ചു എത്ര എമൗണ്ട് അഡ്വാൻസ് വേണം. എനിക്കിപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര എമൗണ്ട് ആണ് അഡ്വാൻസ് വേണ്ടത്.
ആ പൈസ അവര് തന്നു, അത് ക്ലിയർ ആയി. ക്ലിയർ ആയി. വെരി ഗുഡ്. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അൺസീൻ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മെഡിറ്റേഷൻ ഉണ്ടല്ലോ, ആ മെഡിറ്റേഷൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? അവിടെയാണ് അൺസീൻ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് അത് ഒരു ഡിവൈൻ കണക്ഷൻ ആണ്. ഡിവൈൻ കണക്ഷൻ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു നമ്മുടെ കയ്യിലൊക്കെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. സംതിങ് ടച്ചിങ് മൈ ഹാൻഡ്, സംബഡി അൺസീൻ തെറാപ്പിസ്റ്റ് ടച്ചിങ് മൈ ഹാൻഡ്. അപ്പം ആ ഒരു ഡിവൈൻ ഫീൽ ആണത്. അത് നമ്മളൊരു പ്രകൃതി രമണീയമായ സ്ഥലത്തിരുന്നാണ് നമ്മളത് ചെയ്യുന്നത്. ഇനിഷ്യലി ഫസ്റ്റ് അഡ്വാൻസിന് വരുമ്പം അവിടെ ഇരുന്നാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മളത് പിന്നെ എന്റെ ഫോളോ അപ്പ് സെഷനുകളിൽ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. എന്നാലും ആ ഒരു അവിടെ ഇരുന്ന് ഡിവൈൻ കണക്ഷൻ നമ്മളെ റീബിൽഡ് ചെയ്യുന്നത് ഒരു ഡിവൈൻ ഫീലിംഗ് ആണ്. അഡ്വാൻസിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മിസ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, 1% ക്ലബിലേക്ക് വരാനുള്ള റീസൺ എന്താ? 1% ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് ബിസിനസ്സുകൾ രക്ഷപ്പെടുത്താനൊക്കെ അവസരമുണ്ട്. ഐഡിയാസ്, നമ്മുടെ തന്നെ ഐഡിയാസ് ഉണ്ട്. അപ്പോഴത്തേക്ക് പാർട്ണർഷിപ്പുകൾ വരുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ എന്നെ കൊണ്ട് പറ്റുമോ, ഹൗ ടു മാനേജ് എവറിത്തിങ്. പിന്നെ എനിക്കിപ്പം 1-2 പിന്നെ ഇതിന് ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഹൗ ടു ഫൈൻഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പം ഞങ്ങള് ഈ പ്രോജക്റ്റിന് തന്നെ, എന്റെ ഇപ്പൊ നിലവിലുള്ള പ്രോജക്റ്റിന് തന്നെ ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ തപ്പിപ്പോയിരുന്നു. അപ്പൊ പല കാണുന്നവരാരും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല, എല്ലാരും പോസിറ്റീവ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം പിന്നെ പക്ഷേ നടക്കാറില്ല. ഇതുവരെ നമുക്കൊരു ഇൻവെസ്റ്റർ കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ഇൻവെസ്റ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്, പക്ഷെ ഒരു സ്ട്രോങ് ഇൻവെസ്റ്റർ കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. അപ്പം ഹൗ ടു ഫൈൻഡ് ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളൊരു സംഭവം കാര്യം പഠിക്കുക. പിന്നെ ഈ ബിസിനസ് ഒക്കെ മാനേജ് ചെയ്യുക എന്നുള്ള, മൾട്ടിപ്പിൾ ബിസിനസ് മാനേജ് ചെയ്യുക എന്നുള്ള സംഭവം പഠിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ 1% ക്ലബ് ജോയിൻ ചെയ്തത്. അപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം അത് ഞങ്ങളുടെ ഒരു പ്രൊജക്ട് നമ്മുടെ ബ്രാഞ്ച് ദുബായിലും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ ഒക്കെ ഒരു മീറ്റിംഗ് ആയിരുന്നു. അപ്പൊ അതിൽ വെച്ച് പുള്ളിക്ക് ഇതുപോലെ നമ്മുടെ സെക്കൻഡ് പ്രോജക്റ്റ് ആയ ഒരു ആപ്പിന്റെ പ്രോജക്റ്റ് ഐഡിയ കേട്ടപ്പോൾ പുള്ളിക്ക് ഇങ്ങോട്ട് താല്പര്യപ്പെട്ട് പറഞ്ഞു, എങ്കിൽ നമുക്കത് ഡെവലപ്പ് ചെയ്യാം, എവിടെ ഇൻവെസ്റ്റ്. അപ്പം അതിന്റെ പ്രപ്പോസലൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ തിരക്കിലാണ്. നിങ്ങൾ ജോയിൻ ചെയ്യുന്നു, ലോട്ടറി അടിക്കുന്നു, അതാണ് പരിപാടി. അതാണ് ചിലപ്പോ നമ്മള് ആക്ഷൻ എടുത്തപ്പോഴേ, ഇതിനു വേണ്ടി ഞാനൊരു ആക്ഷൻ എടുത്തു. യൂണിവേഴ്സ് പറഞ്ഞു യു ടേക്ക് ആക്ഷൻ, I'm giving something better. I will give you a reaction. Right. React to your action. അതായത് ഇതിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ 1% ക്ലബിൽ എന്ന് പറയുന്നത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിട്ട്, അവിടെ സ്പിരിച്വാലിറ്റി അല്ല, അവിടെ പണം ഉണ്ടാക്കുക. പണം എങ്ങനെ, കാരണം സ്പിരിച്വാലിറ്റി ഡെഫിനറ്റ്ലി പണത്തിന് സ്പിരിച്വൽ സൈഡ് ഉണ്ട്. പണം എന്ന് പറയുന്നത് എനർജിയാണ്. സോ ആ പണത്തെ നമുക്ക് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന വ്യക്തി ആവേണ്ട ഒരു സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ആവേണ്ട സ്റ്റേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിൽ ഇപ്പോൾ പലർക്കും മണി ബ്ലോക്കുകൾ കുറേയുണ്ട്. അപ്പോൾ മണി ബ്ലോക്കുകൾ പലപ്പോഴും ലോജിക്കലുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. നമ്മളുടെ അറിവിനനുസരിച്ചും നമ്മളുടെ കോൺഫിഡൻസ്, നമ്മളുടെ അറിവും സ്കില്ലും സ്ട്രാറ്റജീസും നമ്മൾ ബിൽഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ്, അവയർനെസ്സിൽ ചേഞ്ച് സംഭവിക്കും. ഓക്കെ, ഹീലിംഗ് ഒരുപാട് നടന്നതിന് പുറമെ വലിയ രീതിയിലുള്ള പണവുമായി ബന്ധപ്പെട്ടുള്ള, മണിയുമായി ബന്ധപ്പെട്ടുള്ള എനർജി ഷിഫ്റ്റ് നമ്മളിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് വലിയ ഒരു മാസീവ് ലെവൽ. ഇപ്പൊ തന്നെ നിങ്ങൾ 5 ദിവസത്തെ പ്രോഗ്രാം ചെയ്തപ്പോൾ നിങ്ങളുടെ എനർജി വല്ലാണ്ട് ചേഞ്ച് ആയല്ലോ. മിസ്സോർണ സയാന, യെസ്, ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം, പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം. നിങ്ങളുടെയൊക്കെ മണി എന്താ പറയുക, അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട ഇവിടെ 100 കോടി എന്ന് പറയുന്ന ഒരു എനർജി കയറിയല്ലോ, ആ ഒരു അവയർനെസ് കയറിയല്ലോ. എന്നാൽ ആ 100 കോടി എന്ന് പറയുന്ന അവയർനെസ്സിൽ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ചെറിയ ചില ഡൗട്ടുകൾ ഉണ്ടാവും, എന്നാലും എന്നൊരു സാധനം ഉണ്ടാവും. ഈ സാധനം വായിച്ച് കളയുന്ന സംഗതികളാണെന്ന് വെച്ചാൽ നമ്മുടെ 1% ക്ലബ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതിൽ പ്യൂർലി പണം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ നമുക്ക് നമ്മളുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാം, അതിനൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് കൂടെ വരണം, ചില അറിവുകൾ നമുക്ക് കിട്ടണം.
ആ അറിവുകളൊക്കെയാണ് ഫുൾ ബൈ എന്ന് വെച്ചാൽ ഈ ഒരു ക്ലബിലേക്ക് ജോയിൻ ചെയ്യാൻ. അതിന് എത്ര പേയ്മെന്റ് അടച്ച്? 1,20,000 വൺ ടൈം പേയ്മെന്റ്. അതായത് 1,20,000 രൂപ അടച്ചുകൊണ്ടാണ് കോഴ്സ്. എന്താണ് ഈ ധൈര്യം? അതാണ് പലരും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ആദ്യം ബേസിക് ചെയ്യുന്നു, അത് തീരുന്നതിന് മുൻപ് തന്നെ അഡ്വാൻസ് ചെയ്യുന്നു, അതിൽ നിന്ന് റിസൾട്ട് ചെയ്യുന്നു, അഡ്വാൻസ് റിപ്പീറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യുന്നു 1,20,000 ഇത്രയും വലിയൊരു അല്ല, എമൗണ്ട്. ഞാന് പിന്നെ 1,20,000 അടച്ചിട്ട് ഞാനിപ്പം എൻ്റെ ഒരു പാർട്ട്ണറുടെ അടുത്ത് സംസാരിച്ചു. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ അടച്ചു, ഈ പൈസ അടച്ചു, അപ്പം ഇതിനകത്ത് ജോയിൻ ചെയ്തു. പക്ഷെ ഞാൻ ഈ പൈസ 1 മാസം കൊണ്ട് തിരിച്ചു പിടിക്കും. അതെ. അപ്പോഴ് അത് അത് കാര്യം എന്ന് പറഞ്ഞ അതെന്തുകൊണ്ടാ പറയാൻ കാരണം? വാട്ട് ഇസ് ദ റീസൺ? അല്ല, ഞാനിപ്പം എനിക്ക് ആദ്യത്തെ ഇപ്പൊ ഫസ്റ്റ് ക്ലാസ്സും അതിന്റെ റിവ്യൂ ആണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് 2 ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഒരു സംഭവവും എനിക്ക് വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷേ ഞാനത് ചെറിയ ചെറിയ കാര്യങ്ങൾ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്തത്. ഇപ്പൊ ഇന്നലെ മെനഞ്ഞാന്നത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞു ഹൗ ടു കീപ്പ് പിന്നെ എംപ്ലോയീസ് ഹാപ്പി, ഹൗ ടു കീപ്പ് കസ്റ്റമേഴ്സ് ഹാപ്പി. ഞാൻ ഇന്നലെ വരെ ചെയ്യാത്തൊരു സംഭവം ഇന്നലെ ഇംപ്ലിമെന്റ് ചെയ്തു. അതായത് ചെയ്തു. രാവിലെയും വൈകിട്ടും സ്റ്റാഫുകൾക്ക് അവിടെ നിന്ന് തന്നെ ചായ കൊടുക്കാനുള്ള സെറ്റപ്പ്. ചെറിയൊരു കാര്യമാണ്. ചെറിയൊരു രാവിലെ കാര്യം. വൈകിട്ട് അവിടുന്ന് ചെറിയൊരു കാര്യമാണ് ചായ കൊടുക്കാൻ. രാവിലെയും വൈകിട്ടും ചായ കൊടുക്കാൻ തീരുമാനിച്ചു. അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എത്രത്തോളം ആയിരിക്കും അല്ലേ? അതെ. അപ്പം പിന്നെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഹൗ ടു പ്രീമിയം പിന്നെ പ്രോഡക്റ്റ്. ഞാൻ പ്രീമിയം പ്രോഡക്റ്റ്. ഏഹ് പ്രീമിയം പ്രോഡക്റ്റ്. പ്രീമിയം പ്രോഡക്റ്റ്. അതായത് എനിക്ക് തെറാപ്പിസ്റ്റുകളാണുള്ളത്. അവരുടെ ഒരു വിഭാഗത്തിന് പ്രീമിയം ആയിട്ടുള്ള ഡിമാൻഡ് ഉള്ളവരെയൊക്കെ പ്രീമിയം പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. അതും അത് ഞാൻ ഐഡിയ ആണ് അല്ലേ? ഇംപ്ലിമെന്റ് ചെയ്തില്ല, അത് മീറ്റിംഗിൽ അവതരിപ്പിച്ചു. അത് ഇംപ്ലിമെന്റ് ചെയ്യണം. പിന്നെ തേർഡ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇത് പിന്നെ ഞാൻ മൊത്തം കണക്കെടുത്തിട്ട് എക്സ്പെൻസ് മൊത്തം, അതും ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞ എക്സ്പെൻസ് മൊത്തം എടുത്തിട്ട് അതിനകത്ത് കട്ട് ചെയ്യാവുന്ന എക്സ്പെൻസുകൾ കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്തപ്പോൾ ക്യാൻസൽ ചെയ്യാൻ ഞങ്ങൾ ഇന്നലെ തീരുമാനിച്ചതിനകത്ത് ഞാൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്തതിനകത്ത് അത് ക്യാൻസൽ ചെയ്താൽ തന്നെ ഏകദേശം ഒരു 60,000 രൂപ മാസം മാറ്റം വരും. അപ്പൊ 2 മാസം കൊണ്ട് എന്തായി? ആ പൈസ തിരിച്ചു കിട്ടി. അടച്ച പൈസ. അതെ. അതായത് അദ്ദേഹം ഇപ്പൊ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഒരൊറ്റ സെഷനും അതിന്റെ റിവ്യൂ സെഷനും കഴിഞ്ഞിട്ടുള്ളൂ. വർക്ക് ബുക്ക് കിട്ടിയില്ല അല്ലെ? ചെറിയ ഡിലേ, പക്ഷെ വർക്ക് ബുക്ക് ഇന്നലെ ഞാൻ അയച്ചിട്ടുണ്ട്. അല്ല, ഇന്നലെ ഞാൻ മീറ്റിംഗിലെ വർക്ക് ബുക്ക് എന്റെ പാർട്ട്നേഴ്സിനെയും കൊണ്ട് ഞാനും കൂടെ ഇരുന്ന് 3 പേർക്കും കോപ്പി കൊടുത്ത് പിന്നെ ഞങ്ങളത് 3 പേരും കൂടെ ഫില്ല് ചെയ്യാന്നുള്ള തീരുമാനമായിരുന്നു. പക്ഷെ മീറ്റിംഗിന്റെ ടൈമിൽ എനിക്ക് കിട്ടിയില്ല. കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഇനിയിപ്പം എനിക്ക് ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പനി ബാധിച്ചിട്ട്. പിന്നെ ഇങ്ങോട്ട് ബാക്കിയുള്ള പ്രോഗ്രാമിൽ തന്നെ ഞാൻ അങ്ങോട്ട് ചെയ്ത് ഒപ്പിക്കുകയായിരുന്നു. അപ്പം അത് റെഡി ആയ ഉടനെ തന്നെ ഞാൻ അത് രാത്രി അയച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും മൺഡേയിൽ അത് വർക്ക് ചെയ്യാം. പറ്റുന്ന സമയത്ത് അടിപൊളിയാണ്. കിട്ടിലൻ വർക്ക് ബുക്കാണ്. അത് ആ ഒരൊറ്റ സെഷൻ, ആ സാധനം നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇപ്പം അത് വർക്ക് ചെയ്യാതെ തന്നെ ഒരു ഐഡിയ, നിങ്ങളിപ്പോൾ 60,000 ലാഭിക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് കിട്ടി. ഇത് വർക്കും കൂടെ ചെയ്യുമ്പോൾ അത് മാത്രമല്ല, കൂടുതൽ നിങ്ങൾക്ക് സംഗതികൾ, കൂടുതൽ റവന്യൂ സ്ട്രീംസ് ജനറേറ്റ് ചെയ്യാനും പണം ലീക്ക് ചെയ്ത് പോകുന്ന ഏരിയാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും പ്രോഫിറ്റ് ഡബിൾ ആക്കുക എന്നുള്ളതാണ് ആ ഒരു വർക്ക് ബുക്കിന്റെ മെയിൻ ഉദ്ദേശം. അതിന്റെ വർക്ക് ബുക്കിന്റെ പേര് തന്നെ അതാണ്, ഹൗ ടു ഡബിൾ എന്താ പറയുക യുവർ പ്രോഫിറ്റ് എന്നുള്ള ഒരു സാധനം തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് ബുക്കിൽ കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, ജസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അത് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യും, കിട്ടും. അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഞാനത് ജസ്റ്റ് ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഐ ഡോണ്ട് തിങ്ക് അത് ഇവിടെ ഇല്ല. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അടിപൊളിയാണ്. ഹൗ ടു മൾട്ടിപ്പിൾ ഡബിൾ യുവർ പ്രോഫിറ്റ് ഇൻ യുവർ ബിസിനസ്. അപ്പോൾ ആ ഒരു സാധനം എന്ത് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക. ഇനി എന്താണ് ഓഡിയൻസിന് ചോദിക്കാനുള്ളത്, ആ ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾക്ക് പോകാം. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കോഴ്സുകളിൽ പങ്കെടുത്ത നൗഫൽ ഭായ് എന്ന് പറയുന്ന ഒരു അമേസിങ് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ, അദ്ദേഹത്തിന് ഇത്രയും റിസൾട്ട് കിട്ടാനും അദ്ദേഹത്തിൻ്റെ ലൈഫ് ഇത്രയും ചേഞ്ച് ആകാനും മാറിമറിയാനുള്ള ഒരേ ഒരു റീസൺ എന്താ വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം പറയാം, ട്രസ്റ്റ്. ലൈഫിൽ ചേഞ്ചസ് വരാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന സംഗതിയാണ്.
ആ ഒരു വളരെ ഹമ്പിളായിട്ട് ഹ്യൂമിലിറ്റിയോട് കൂടിയിട്ട് വിനയത്തോട് കൂടിയിട്ട് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ പ്രോജക്റ്റുകളിൽ വിശ്വസിക്കുകയും അത് വിശ്വസിച്ചുകൊണ്ട് അത് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നല്ല സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകും. ആ ട്രസ്റ്റാണ് സ്പീഡ് നൽകിയത്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവണം, ട്രസ്റ്റ് ചെയ്യുക, കൂടെ വരിക. പിന്നെ പറ്റുമെങ്കിൽ നൗഫൽ ഭായിയൊക്കെ മാതൃകയാക്കുക ഈ പറഞ്ഞ പഠനത്തിൻ്റെ കാര്യത്തിൽ, ഓക്കെ, പ്രാക്ടീസിൻ്റെ കാര്യത്തിൽ. നിങ്ങൾ ഹീസ് ആൻ എക്സാമ്പിൾ, സച്ച് എ ഗുഡ് സ്റ്റുഡൻറ് ഓഫ് അസ്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് പ്രൗഡ് സ്റ്റുഡൻ്റ് ആയിട്ട് നമുക്ക് പറയാം. We are like really proud of him, and I want him to, Nafil bhai, I want you to be such a successful, huge level successful ആയിട്ട് വരട്ടെ. അതിനു വേണ്ട എന്താ പറയുക, നിങ്ങൾ തന്നെ പറയുന്ന വാക്ക് പറയുകയാണെങ്കിൽ നിങ്ങളുടെ നാവ് പൊന്നാവട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ എനിക്ക് വീണ്ടും എന്താ പറയുക പറയാൻ ഞാൻ തന്നെ ആഗ്രഹിക്കുകയാണ്. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫ് വലിയ രീതിയിൽ ബ്രാൻഡ് അംബാസഡർ ആവും അക്കാഡമി. തീർച്ചയായിട്ടും അത് നമുക്കതാണ് വേണ്ടത്. ആ ലെവലിൽ ലൈഫ്, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം. ഇതേപോലെ ഒരു ആയിരക്കണക്കിന് ആൾക്കാരുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം. 1000 ഹീൽഡ് സോൾസിന്, വൺ ഹീൽഡ് സോൾ ഇൻ വൺ ഫാമിലി എന്നുള്ളതാണ് നമ്മുടെ മിഷൻ. ആ മിഷനിലേക്കുള്ള ജേണിയാണ്. അതിനാണ് ഇത് ഒരു ദിവസവും ഒഴിവില്ലാതെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ കാലിക്കറ്റിൽ മീറ്റപ്പ് ഉണ്ട്. വരാൻ പറ്റുന്നവരൊക്കെ വരണം. വൈകുന്നേരം 4 മണിക്കാണ്. ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ മീറ്റപ്പാണ്. ഹീലിംഗ് പഠിച്ച അല്ലെങ്കിൽ ഹീലിംഗിന് താല്പര്യമുള്ള, ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള, ഇതുവരെ ഹീലിംഗ് ചെയ്യാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും വരാം. വന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കവിടെ വരാം. നിങ്ങൾക്ക് ഹീലിംഗിലുള്ള ഒരുപാട് ഹീൽഡ് സോൾസിനെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ കാലിക്കറ്റ് പ്രദേശത്തോ കണ്ണൂരോ കോഴിക്കോടോ മലപ്പുറമോ വയനാടോ ഇനി എവിടെയാണെങ്കിലും ഒരു 2 മണിക്കൂറിന് കാലിക്കറ്റിലേക്ക് നിങ്ങൾക്ക് ട്രാവൽ ചെയ്ത്, ട്രിവാൻഡ്രത്ത് നിന്നാണെങ്കിലും നിങ്ങൾക്ക് വരാം, കാസർഗോഡ് നിന്നാണെങ്കിലും വരാം. നമുക്ക് ഒരുമിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഹീൽ ചെയ്യാം. വൈകുന്നേരം ഒരു 3-3:30 ആകുമ്പോഴേക്കും അവിടേക്ക് എത്തുക. ഒരു 4 മണിക്ക് എന്ത് ചെയ്യും, നമ്മൾ ലൊക്കേഷനിൽ എന്ത് ചെയ്യും, ഒത്തുകൂടും. ലൊക്കേഷനൊക്കെ ആ കറക്റ്റ് സമയത്ത് നമ്മൾ ഇട്ട് തരുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യും, കുറച്ച് നേരം ഹീൽ ചെയ്യും, എന്നിട്ട് പിരിഞ്ഞു പോകും. ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, വി വാണ്ട് ടു സ്പ്രെഡ് ദിസ് മെസ്സേജ് ആൻഡ് ചേഞ്ച് പീപ്പിൾസ് ലൈഫ്സ്. നമ്മുടെ ഒരു മിഷൻ എന്ന് പറയുന്നത് ഇതാണ്, എൻഡ് ഹ്യൂമൻ സഫറിങ്, മനുഷ്യൻ അനുഭവിക്കുന്ന വേദന അവസാനിപ്പിക്കുക. ഇന്നും ഞാൻ വർക്കിലാണ്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഷഹാനയും ഇവരുമായിട്ട് ഒരുമിച്ച് ചെയ്യുന്ന പ്രോഗ്രാമിലേക്കാണ്. അപ്പോൾ ആ പ്രോഗ്രാമിലേക്ക് ഞാൻ പോകാൻ നിൽക്കുകയാണ്. വൈകുന്നേരം വരെ വീണ്ടും പ്രോഗ്രാം തന്നെയുണ്ട്. അപ്പം നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ടു സ്പ്രെഡ് ദിസ് മെസ്സേജ്, ടു ചേഞ്ച് ലോട്ട് ഓഫ് പീപ്പിൾസ് ലൈഫ്സ്. നീഡ് യുവർ സപ്പോർട്ട്, നീഡ് യുവർ ലവ്. ഇനി ആർക്കെങ്കിലും ട്രെയിനറോ ഹീലറോ കോച്ചോ ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ, ഞാൻ പഠിച്ചത് അതാണ്, ഞാനായി മാറിയത് അതാണ്, എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇഫ് യു നീഡ് ഹെൽപ്പ്, കോൺടാക്ട് അസ്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള അവസരമാണ് ചോദിക്കുക. നൗഫൽ ഭായിയോട് ചോദിക്കുക. യെസ്, ഓക്കെ. നൗഫൽ ഭായ് ഗുഡ് മോർണിംഗ്. ചോദിക്കാനുള്ളത്, നൗഫൽ ഭായിയുടെ സ്ഥലം എവിടെയാണ്, എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത്, പാർട്ണർഷിപ്പ് ബിസിനസ് ആണോ എന്നുള്ള? അല്ല, എന്റെ സ്ഥലം കൊല്ലത്ത് കൊട്ടിയാണ്. ഞാൻ ചെയ്യുന്നത് ബേസിക്കലി എനിക്ക് ഫാമിലി ബിസിനസ്, ഫാദർ വെച്ചതിന് ശേഷം ഫാമിലി ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ട്. അത് പിന്നെ വെജിറ്റബിൾ ഷോപ്പാണ്. അതുണ്ട്. അത് കൂടാതെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ചെയ്യുന്നത് പിന്നെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററാണ്. കുട്ടികളുടെ തെറാപ്പിയും കാര്യങ്ങളൊക്കെയാണ്. സ്പീച്ച് തെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി ഒക്കെ ചെയ്യുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററാണ്. അതിപ്പോ നിങ്ങളെ ലോക്കലി നിങ്ങളുടെ കൊല്ലത്ത് ഒരു സ്ഥാപനമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണോ? അല്ല, നമ്മളിപ്പോ ഒരു സ്ഥാപനമായിട്ട് കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. അതിപ്പോ 2 ആയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് കൂടുതൽ ഓഫേഴ്സുകൾ വരുന്നുണ്ട്. നമുക്കിപ്പം അതായത് പിന്നെ ഫ്രാഞ്ചൈസി പോലെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പൊ ഒന്നും ഞങ്ങളിപ്പം എടുത്ത് കൈ കൊടുത്തിട്ടില്ല. അതിനി ബ്രാഞ്ചസുകൾ വരും ഇൻഷാ അല്ലാഹ്. ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാ. എനിക്ക് നൗഫൽ ഭായിനെ ഒന്ന് കോൺടാക്ട് ചെയ്യണം. ഞാൻ ഷാഫി സാറായിട്ട് ബന്ധപ്പെട്ട് നമ്പർ വാങ്ങിക്കാം. എനിക്കൊരു നിങ്ങളിപ്പോ ചെയ്യുന്ന ബിസിനസ്സിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. സോ ഐ വിൽ കോൺടാക്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ സാർ. ഓൾറൈറ്റ്, വെരി ഗുഡ്. ഇങ്ങനെയാണെങ്കിൽ ഫ്രാഞ്ചൈസി ഇവിടെ തന്നെ സെല്ലാവും. അല്ല, ഈ തെറാപ്പി ആയിട്ട് എന്റെ മകന്റെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഹീസ് ഡൂയിങ് സം തെറാപ്പീസ് ആൻഡ് ഓൾസോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ മീ ടു ഗെറ്റ് മോർ ഇൻഫർമേഷൻ. അതിനുവേണ്ടി ഡെഫിനറ്റ്ലി അതും നടക്കട്ടെ, എല്ലാം നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. I'm really happy for him. So any other questions please? Anybody else have any questions? ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ചോദിക്കാം. ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ,
സാർ ഇതിലേക്ക് വരുന്ന ടൈമിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, സയാന ചോദിച്ചിട്ടുണ്ട്, ഓക്കെ സാർ ഇതിലേക്ക് വരുന്ന ടൈമിൽ എന്തായിരുന്നു ബിസിനസിന്റെ ഒരു സ്റ്റേജ്, മീൻസ് അവസ്ഥ എന്തായിരുന്നു, ഇപ്പോൾ ഏത് ലെവലിൽ ആണ് ബിസിനസ്, ഫാമിലി ആൻഡ് അതേഴ്സ് സപ്പോർട്ട് ഉണ്ടായിരുന്നോ കോഴ്സ് ചെയ്യുന്നതിൽ നിങ്ങളോട്? അല്ല, ഫാമിലി സപ്പോർട്ടൊന്നും ഞാനൊന്നും നോക്കിയിരുന്നില്ല. ഞാനങ്ങ് കോഴ്സിൽ ജോയിൻ ചെയ്തു. വൈഫ് വളരെ ഇതായിട്ടുള്ള ആളാണ്. അതിനകത്ത് ഇപ്പം എതിർപ്പൊന്നും പറയാറില്ല. നമ്മൾ എന്ത് ചെയ്താലും ഫോർ മൈ ഗ്രോത്ത്, എന്ത് ചെയ്താലും അതിന് സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഫാമിലിയിൽ നിന്ന് എതിർപ്പൊന്നും ഇത് ചെയ്യുന്നതിനൊക്കെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതിനകത്ത് എന്റെ തീരുമാനം എടുത്ത് ഞാനങ്ങ് പോവുമായിരുന്നു. പിന്നെ ബിസിനസ് സ്റ്റേജ് ഞാൻ പറഞ്ഞില്ലേ, സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആയിരുന്നു. അവിടുന്ന് ഇപ്പം ഗ്രോത്ത് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. എനി ക്വസ്റ്റ്യൻസ്? വേറെ എന്തെങ്കിലും ഹലോ ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. ഹലോ ആയിഷ ചോദിച്ചോളൂ. ചോദ്യമല്ല, ഞാൻ ആദ്യം താങ്ക് യു പറയുന്നു സാറിനോട്. കാരണം അഡ്വാൻസ് ചെയ്യാന്നുള്ളത് എൻ്റെ മൈൻഡിൽ ഇതുവരെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കൊരു ട്രെയിനർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തന്നെ ജോയിൻ ചെയ്തത്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് തന്നെ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ കുറെ വർഷങ്ങളായുള്ള ആഗ്രഹം കൊണ്ടാണ് ഇവിടെ എത്തിയത്. ഇന്നലെ സയന മാം സംസാരിച്ചപ്പോഴും എനിക്ക് ഒരു കോൺഫിഡന്റ് ഇല്ല. എനിക്ക് ഇപ്പോഴും ഉണ്ട് ആ ഒരു ഫിയർ. പിന്നെ ആളുകളോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് വരും ഒരു ഫിയർ. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഞാൻ അഡ്വാൻസ് ആണ് ആദ്യം കാര്യമായിട്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് വ്യക്തമായി. ഞാൻ CBM ചേർന്നിട്ട് പിന്നീട് 1% ജോയിൻ ചെയ്യാം എന്നാണ് ഞാൻ ഇന്നലെ സെറ്റ് ചെയ്തത്. പക്ഷെ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ആദ്യം അഡ്വാൻസിന്റെ ആവശ്യമുള്ളത്. അപ്പൊ താങ്ക് യു സർ. Thank you so much for getting inspired and sharing that wisdom with us. Thank you. Thank you. നെക്സ്റ്റ് ആരാണ്? നെക്സ്റ്റ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? യെസ്, പറഞ്ഞോ. മോർണിംഗ്. പിന്നെ ഈ Morning. 1% ക്ലബ് നമ്മള് 1-to-1 സെക്ഷൻ ആണോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആണോ? എങ്ങനെയാണ് അത്? അത് ഒരു ഗ്രൂപ്പാണ്, ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയിൽ ഷാഫി സാറിന്റെ മന്ത്ലി 2 1-to-1 സെഷൻ ഉണ്ടാവും. ഓക്കെ. നൗഫൽ ഭായ്, ഞാനിപ്പോ 1-to-1 സെഷൻ ഒന്നും എടുത്തു തുടങ്ങിയില്ല. ഓക്കെ. ഇതില് മന്ത്ലി 2 1-to-1 ഇപ്പൊ ഉള്ളതാണ്. നിങ്ങൾക്ക് കിട്ടിയ ഓഫറാണ് ഇത്. എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ആരാന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ കൂടുമ്പോൾ എനിക്ക് 1-to-1 കൊടുക്കാൻ സമയം ഉണ്ടാവില്ല. എന്റെ ടീം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത് എല്ലാവർക്കും എടുത്തിട്ട് വെറുതെ പറയാൻ നിൽക്കണ്ട, നിങ്ങൾ കുടുങ്ങിപ്പോകും. അപ്പം ഇപ്പം ഉണ്ട്. ഫ്യൂച്ചറിൽ നിങ്ങൾ വരുമ്പോൾ 2 1-to-1 ചിലപ്പം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പൊ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ എന്നും കൂടി ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറയുകയാണ്. കാരണം ഫ്യൂച്ചറിൽ എന്തായാലും എനിക്ക് അതിനുള്ള ടൈം അവൈലബിൾ ആയിക്കോളുന്നില്ല. ബട്ട് നൗ വി ക്യാൻ ഡു ഇറ്റ്. 2 1-to-1 സെഷൻ ഉണ്ട്. പുറമെ ആഴ്ചയിൽ 2 ലൈവ് സെഷൻസ് ഉണ്ട്. ഒരെണ്ണം മെയിൻ ക്ലാസ് ഉണ്ടാകും പുറമെ. അങ്ങനെ 104 സെഷൻസ് ലൈവ് സൂം സെഷൻസ് ഉണ്ട്. ഗ്രൂപ്പ് കോച്ചിങ് അതിൽ 104 ഉണ്ടാവും. പ്ലസ് 1-to-1 ഉണ്ടാവും എല്ലാ വീക്കിലും. അതിന്റെ ഒരു കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. 1% ക്ലബിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. നമ്മളുടെ എനർജി എപ്പോഴും ഹൈ ആക്കി നിർത്തുക. അതായത് നമ്മൾ ബിസിനസ്സുകാരാകുമ്പോൾ ഇപ്പോൾ ഇവരൊക്കെ ഹീലിംഗിലൂടെ എനർജി ഹൈ ആണ്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് ബിസിനസിന്റെ ഒരു ഹൈ ഉണ്ട്. ഏത്? ഒരു ഇന്റൻസ് എനർജി ഉണ്ട്. ആ ഇന്റൻസ് എനർജി എന്ന് പറയുന്നത് ഹൈ എനർജിയാണ്, ഹൈ പെർഫോമൻസ് എനർജിയാണ്. ആ ബ്രെയിൻ ആ ലെവലിൽ പെർഫോം ചെയ്യണം. അത് മാത്രമല്ല ഇവരുടെ ബോഡി ആ ലെവലിൽ പെർഫോം ചെയ്യണം. അപ്പോൾ അതിന് നമ്മുടെ ബോഡിയിൽ നമ്മൾ ചില അറിവുകൾ നമ്മൾ വേറെ ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ടക്ക് എന്ന് പറഞ്ഞിട്ട് ഷിഫ്റ്റ് ചെയ്യും. അത് മാത്രമല്ല ആ എനർജി എന്തായിരിക്കും എന്ന് വെച്ചാൽ ഹൈ എനർജി, ഹൈ നമുക്ക് വേണ്ട സാധനമാണ് ഹൈ എനർജി. അതേപോലെ തന്നെ ഹൈ ഇൻറ്റഗ്രിറ്റി. അതിൻ്റെ കൂടെ തന്നെ വേണ്ട ഒരു സാധനമാണ് ഹൈ ഇൻ്റലിജൻസ്. ഇത് മൂന്നും ഒരേ ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കൊണ്ടുപോകേണ്ട സാധനമാണ് ഹൈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം. അല്ലെ, കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഇത് മൂന്നുണ്ടായിട്ട് കാര്യമില്ല. ഈ കൺസിസ്റ്റൻസി ഹൈ കൺസിസ്റ്റൻസിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ സഹായിക്കുന്നതാണ് ഇതിൻ്റെ ഡിസൈൻ. ഈ കോഴ്സിൻ്റെ ഡിസൈൻ അങ്ങനെ. കാരണം ട്യൂസ്ഡേ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ഏത് സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിങ്ങനെ അതിൻ്റെ കൺസിസ്റ്റൻസിയിൽ ചെറിയൊരു ഡ്രോപ്പ് വരും. ഓക്കെ, ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രൈഡേ വീണ്ടും, അതായത് ട്യൂസ്ഡേ കഴിഞ്ഞാൽ പിന്നെ വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഈവനിങ്ങിൽ വീണ്ടും സെഷൻ വരികയാണ്. ബും, നിങ്ങളുടെ ഇൻറ്റൻസിറ്റി എന്താകും, ഹൈ കൺസിസ്റ്റൻസിയിലേക്ക് എന്ത് ചെയ്യും, നിങ്ങൾ അതിലുള്ള ആ കൺസിസ്റ്റൻസിയിലെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. പിന്നെ നേരെ എന്ത് ചെയ്യുന്നു, അടുത്ത 3 days സൺഡേ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാന്ന് പറയുന്ന തോട്ട് പ്രോസസ് വരില്ല. കാരണം ഈ ഐഡിയാസ് വന്നുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ന് നൗഫൽ ഭായ് എന്തായിരിക്കും, ആ വർക്ക് ബുക്ക് എടുത്തിട്ട് ഇന്ന് ഇരുന്നിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ത്വര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വർക്ക് ചെയ്തില്ലെങ്കിലും സുഖം ഉണ്ടാവില്ല. ബിക്കോസ് ദാറ്റ് ഈസ് ദ മൈൻഡ് സെറ്റ്. അപ്പോൾ എപ്പോഴും ബിസിനസ് 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 ബിസിനസ്
അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഫാമിലി ലൈഫ് ഇല്ലേ? ഉണ്ടാക്കും. അതെന്തായാലും അതും ഇതിൻ്റെ കൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ബാലൻസ്ഡ് ആയിട്ട് പോകും. നിങ്ങൾക്ക് എല്ലാവർക്കും അതിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലുള്ള ഇൻറ്റൻഷൻ നിങ്ങളിങ്ങനെ കറക്റ്റ് ട്രാക്കിൽ കൊണ്ടുപോകും. അതിന് വെൽ പ്ലാൻഡ് ആയിട്ട് ഡിസൈൻ ചെയ്താണ്. 15 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് ആൾക്കാർ ട്രാൻസ്ഫോം ചെയ്തും ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തും ബിസിനസ്സുകാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ഇതൊരു ജസ്റ്റ് എന്താ പറയുക, ഒരു ട്രെയിനിങ് കോഴ്സ് അല്ല. ദിസ് ഈസ് നോട്ട് എ ബിസിനസ് കോഴ്സ്. ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, ഇറ്റ്സ് നോട്ട് എ കോഴ്സ്, ഇറ്റ് ഈസ് എ ക്ലബ്, ഇറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം. അതുകൊണ്ട് തന്നെ അതിലേക്ക് വരുന്ന എല്ലാ മെമ്പേഴ്സും ഒരുമിച്ച് നാളെ ഫ്യൂച്ചറിൽ ഫ്രാഞ്ചൈസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ്സുകൾ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവെസ്റ്റേഴ്സ് ആവുക, കൂട്ടുകച്ചവടങ്ങൾ നടത്തുക, പരസ്പരം പ്രൊമോട്ട് ചെയ്യുക, പരസ്പരം അപ്ലിഫ്റ്റ് ചെയ്യുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന, ബിൽഡ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ്, ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൻ്റെ പവർ ഒരു നെക്സ്റ്റ് 2 years കഴിയുമ്പോഴാണ് പതിയെ ബിൽഡ് ചെയ്യുന്നുള്ളൂ. കുറച്ച് ആൾക്കാരെ വെച്ച് നല്ല ആൾക്കാരെ ഹീൽ ചെയ്തിട്ടുള്ള ഹീലിങ്ങിലൂടെ കടത്തി വിട്ടിട്ട് കൊണ്ടുപോകുന്നുള്ള. അപ്പോൾ ഹീൽ ചെയ്തിട്ടുള്ള വിശ്വസിക്കാൻ പറ്റും. ഇന്ന് ഈ ലോകത്തൊരു ബിസിനസ്മാൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്താ? വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരില്ല. അസംഭവം. ചതിക്കാത്ത, മനസ്സിൽ കളങ്കമില്ലാത്ത, നന്മയുള്ള, സ്വയം ഗ്രോ ചെയ്യുന്നതിൻ്റെ കൂടെ ഒരുമിച്ച് വലുതായി ഗ്രോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന, വിഭാഗീയതയില്ലാത്ത, ഒരു എന്താ പറയുക, എല്ലാവരും വളരണമെന്ന നന്മയുടെ മനസ്സുള്ള, ഗിവിങ് ആൻഡ് ഷെയറിങ് മൈൻഡ് സെറ്റുള്ള, എന്നാൽ ഒരുമിച്ച് അതാണ് ഷെയറിങ് ഈസ് കെയറിങ് ആൻഡ് ഷെയറിങ് ഈസ് പവർ, ട്രസ്റ്റ് ഈസ് സ്പീഡ് എന്ന് വിശ്വസിക്കുന്ന, എനർജി ഷുഡ് ബിക്കം സിനർജി എന്ന് പറയുന്ന ഒരു സിനർജി കോൺസെപ്റ്റിലൂടെ ഒരുമിച്ച് വളരുന്ന വിൻ വിൻ സിറ്റുവേഷനിലൂടെ 1ഉം 2ഉം ആൾക്കാർ വിൻ ചെയ്യാതെ 4ഉം 8ഉം ആൾക്കാർ ഒരുമിച്ച് വിൻ ചെയ്യുന്ന എ ബിഗർ പ്ലാറ്റ്ഫോം, ഗ്രോയിങ് ടുഗെദർ. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒരുമിച്ച് നടക്കുമ്പോൾ എളുപ്പമാണ് എന്നറിയുന്ന, പരസ്പരം താങ്ങും തണലുമാകുന്ന ഒരു ബിസിനസ് സൗഹൃദ കൂട്ടായ്മ. അതാണ് ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് വിഷൻ എന്ന് പറയുന്നത്. ഇത് കുറേ കൂടെ കഴിയുമ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഒരു കൈൻഡ് ഓഫ് ബിസിനസ് ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ കുറേ പൊട്ടൻഷ്യൽ ഇതിനുണ്ട്. ഇപ്പോൾ അതൊന്നും ഇപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് റിവീൽ ചെയ്യാൻ പറ്റില്ല. ബട്ട് അങ്ങനെ ഒരു വലിയ മിഷനുമായിട്ടാണ് ഞാൻ ഇതിനെ പുറകിൽ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഐ നോ ദാറ്റ് വി ക്യാൻ ഡു ദാറ്റ് ബിക്കോസ് വി ബിലീവ് വി ക്യാൻ, ബിക്കോസ് വി ബിലീവ് ഇൻ മിറക്കിൾസ്, ബിക്കോസ് അവർ ഇൻറ്റൻഷൻ ഈസ് സച്ച് പ്യുവർ ആൻഡ് ദ യൂണിവേഴ്സ് ഇസ് വിത്ത് us. So that is a journey, One Person's Club. Thank you everyone for joining today's session. Thank you, Nafil bhai. Can you please enlighten us? എന്തോ ചോദിച്ചിട്ടുണ്ട് ഒരു ചോദ്യം. Can you please enlighten us? Nafil bhai, can you please enlighten us before and after stage of that healing? ഹീലിംഗിന്റെ ആഫ്റ്റർ ആൻഡ് ബിഫോർ സ്റ്റേജ് ഒന്ന് പറയാമോ? അഷ്റഫ് ക ചോദിച്ചിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? ഇതിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ എനിക്ക് മനസ്സിലായില്ല. അതായത് ആ ചോദ്യം എന്താ വെച്ചാൽ, ക്യാൻ യു പ്ലീസ് എൻലൈറ്റൻ, നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ, എന്നാലും അതിൻ്റെ ഒരു നമ്മളെ ഒന്ന് ഗൈഡ് ചെയ്യാവോ, എൻലൈറ്റൻ ചെയ്യാവോ? ക്യാൻ യു പ്ലീസ് എൻലൈറ്റൻ ദ ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്റ്റേജ് ഓഫ് ഹീലിംഗിന്റെ മുമ്പും ശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? അല്ല, അത് ഹീലിങ്ങിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കംപ്ലീറ്റ്ലി നെഗറ്റീവ്. ഇപ്പം പിന്നെ ഹീലിംഗ് ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ഓരോ ഭാരം കുറച്ച് വരും. അപ്പം ഭാരം കുറയും തോറും നമ്മുടെ ട്രാവലിംഗ് സ്പീഡ് കൂടും. ട്രാവലിംഗ് സ്പീഡ് ഇനിയും കൂട്ടാനാണ് നമ്മൾ വീണ്ടും ഹീൽ ചെയ്യുന്നത്. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഹീൽ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ വീണ്ടും നെഗറ്റിവിറ്റി കയറി ഭാരം കൂടും. ഭാരം കൂടിയാൽ വീണ്ടും സ്പീഡ് കുറയും. സ്പീഡ് കുറഞ്ഞാൽ വീണ്ടും തിരിച്ചു പോകും. അപ്പൊ അതിലോട്ട് തിരിച്ചു പോകാൻ താല്പര്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് പോകുക എന്നുള്ളതാണ്. അതായത് ഭാരം കൂടുന്നത് മാത്രമല്ല, നമ്മളുടെ ഫ്രിക്ഷൻ കുറക്കുക. മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളിങ്ങനെ അലൈൻ ചെയ്ത് നമുക്കൊരു എയറോഡൈനാമിക് സിസ്റ്റം ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളുടെ ഒരു വേഗതയിൽ നമ്മളിങ്ങനെ ഒരു സ്ക്വയർ രൂപത്തിലാണ് നമ്മൾ പോകുന്നത് എങ്കിൽ അതിനെ നമ്മളിങ്ങനെ ഹീൽ ചെയ്ത് ഷേപ്പ് ചെയ്ത് അതിനെ ഇങ്ങനെ വളരെ എയറോഡൈനാമിക് സിസ്റ്റത്തിൽ കൊണ്ടുപോകുമ്പം നമ്മൾ അതിൻ്റെ എല്ലാത്തിനെയും മറികടന്ന് ഭയങ്കരമായിട്ട് മൂർച്ചയേറിയ ഷാർപ്പായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുക. വെയിറ്റ് കുറയുക, മാക്സിമം ഭാരം കുറയ്ക്കുക, എന്നാൽ ഫ്ലൈ ഹൈ, ഉയരങ്ങളിലേക്ക് പറക്കുക. അപ്പം പഴയ സംഗതികളെല്ലാം ഭാരം കുറച്ച് നല്ല രീതിയിൽ നമ്മളെ മോൾഡ് ചെയ്ത് ഫ്ലൈ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക്. എന്തായാലും താങ്ക് യു. നജ്ല, ഡു യു വാണ്ട് ടു ഷെയർ എനിത്തിങ്? നജ്ല ഇസ് ആൾസോ ജോയിൻ ഹിയർ. നജ്ലയാണ് എനിക്ക് തോന്നുന്നു
അന്ന് അഡൽട്സ് പ്രോഗ്രാമിൽ നൗഫലിൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന മറ്റൊരു സ്റ്റുഡൻറ്റും കൂടിയാണ്. നസ്ല, ഡു യു വാണ്ട് ടു ഷെയർ എനിത്തിങ്? എന്താണ് പറയാനുള്ളത്? അല്ല, നെജിലയാണ് എന്നെ ഇതിനകത്തോട്ട് കൊണ്ടുവന്നത്, അഡ്വാൻസിലേക്ക് കൊണ്ടുവന്നത് നെജിലയാണ്. നെജില പറഞ്ഞു, സാറിന് പൈസ നഷ്ടപ്പെട്ടാ ഞാൻ തരും പൈസ ചോദിച്ചു. റിസ്ക് എടുത്തു അല്ലേ? അതെ അതെ. ആ സമയത്താണെങ്കിൽ നസ്ല എന്താ പറയുക, പ്രഗ്നന്റ് ആണ്. അതെ അതെ ഇതിലൊക്കെയാണ് ആ റിസ്ക് ഒക്കെ എടുക്കുന്നത്. നസ്ല എന്താണ് പറയാൻ? അതെ. ഹായ്, ഗുഡ് മോർണിംഗ് എവരിബഡി. പിന്നെ ഞാൻ സാറെ കൂടെ കൂടിയിട്ട് 1 വർഷമായി. ഓക്കെ. പിന്നെ പഴയ മുന്നേ ഒരു ബിസിനസ് ഒക്കെ ചെയ്ത് ഒരു സപ്പോർട്ടിങ് സിസ്റ്റം കിട്ടാത്ത വല്ലാത്തൊരവസ്ഥയിൽ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് സാറിന്റെ ടീമിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ സാറ് പോലെ ഒരു എനർജീൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും. കാരണം മൈനസിൽ നിന്ന് അത്രയും മൈനസിലെത്തിയൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ പിന്നെ സാറിന്റെ ഹീലിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടി, ചേഞ്ചസ് ഞാൻ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി. കൂടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ പിന്നെ അങ്ങ് സറണ്ടർ ചെയ്ത് നിന്നു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ഫീൽ ചെയ്തു. കാരണം ഓരോ റിലേഷൻഷിപ്പിലാവട്ടെ എല്ലാ ഏരിയയിലും ഭയങ്കര ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ചെറിയ ചെറിയ ചേഞ്ചുകളാണെങ്കിലും അങ്ങനെ. പിന്നെ കോഴ്സ് കാര്യങ്ങൾ EFT ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ നഷ്ടപ്പെട്ട ആ ഊർജ്ജമൊക്കെ എനിക്ക് തിരിച്ചു കിട്ടാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്തു. ലൈഫ് ഫുള്ള് കയ്യിൽ നിന്ന് പോയിന്ന് വിചാരിച്ചതാ. പക്ഷെ പിന്നെ ഒരു ഹോപ്പൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ 1% ക്ലബിൽ ജോയിൻ ചെയ്തപ്പോ ആക്ച്വലി ഞാൻ പ്രഗ്നന്റ് ആയിപ്പോയി. അപ്പോ ആ സമയത്ത് പിന്നെയും ഇനിയിപ്പോ കരിയറും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആയല്ലോ, ഇനിയിപ്പോ സ്റ്റോപ്പ് ചെയ്യാന്ന് അങ്ങനെയൊക്കെ ഒരു ഇതിലായിരുന്നു. അത് പക്ഷെ ആ ലിമിറ്റിംഗ് ബിലീഫ് ആണെന്ന് മനസ്സിലായി. കാരണം നമ്മളെ ചുറ്റുപാടത്തെ ഒരുപാട് ഇപ്പോ എത്ര പേരെ നമുക്കറിയാം, കുഞ്ഞുങ്ങളെ വെച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊരു ലൈഫിന്റെ പാർട്ടാണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ പിന്നെയും കുറച്ച് ഡിലേ വരുന്നല്ലേ ഉള്ളൂ, പക്ഷെ അതുവരെ പഠിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോന്നു. അഡ്വാൻസ് EFT എനിക്ക് ഇവര് ഭയങ്കര ട്രസ്റ്റ് ആയി. കാരണം എൻ്റെ ലൈഫിൽ ഭയങ്കര ചേഞ്ച്, ചെറിയ ചേഞ്ച് ഒന്നുമല്ല. ആ ചേഞ്ചാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ട്രസ്റ്റ് കേട്ടോ, വേറെ ഒന്നുമല്ല. സാറിലുള്ള ആ ഒരു വിശ്വാസം ഞാൻ ഫസ്റ്റ് കൊടുത്തു. ദെൻ ആ ഒരു ചേഞ്ച് എൻ്റെ ലൈഫിൽ നല്ല രീതിയിൽ ഫീൽ ചെയ്തു. ആ ട്രസ്റ്റ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോ 1% ഇപ്പൊ ഞാൻ ഇതാ ട്രെയിനർ ആവാൻ വേണ്ടിയിട്ട് എല്ലാ പ്രിപ്പറേഷനും ആയി. ഇപ്പൊ ബേബി 3 months ആയി. എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് മാനേജ് ചെയ്യുന്നു. അഡ്വാൻസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ആക്ച്വലി പ്രഗ്നൻസി ടൈമിൽ അധികം ഒന്നും ടാപ്പ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രാക്ടീസ് അധികം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നു. നല്ല ഒരു പീസ്ഫുൾ മൊമെന്റ് എന്ന് പറയാ ലൈഫില്. ഒരു ദിവസം ഞാൻ എത്ര കാര്യം ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. ഓക്കെ. നല്ല വീട്ടിലും എല്ലാം ഒരു ബാലൻസിങ്ങില് വളരെ ഹാർമണി ആയിട്ട് അടിപൊളിയായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നല്ല തുടക്കം. ഒന്നും തുടങ്ങിയിട്ടില്ല, പക്ഷെ ഇപ്പൊ അറ്റ്മോസ്ഫിയർ എല്ലാം ഓക്കെ ആയി. അതാണ് ഒരു സ്ത്രീക്ക് ശരിക്കും പറഞ്ഞാല് കരിയറിലേക്ക് ഇറങ്ങുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഭവമുണ്ട്. ഫാമിലി എല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരു, ചിലപ്പോ ഹസ്ബൻഡിന് ബെസ്റ്റ് കൊടുക്കാൻ പറ്റില്ല, മക്കൾക്ക് എല്ലാം നമുക്ക് നമ്മളൊരു ഹൈപ്പർ ആക്റ്റീവ് സ്റ്റേജിലേക്ക് പോകും. അപ്പോ മനസ്സമാധാനം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല പറഞ്ഞ പോലെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ എല്ലാം ഉണ്ട്. ഹൈപ്പർ ഇൻഡിപെൻഡൻസ് അല്ലേ? ഹൈപ്പർ ഇൻഡിപെൻഡൻസ്. യെസ്, അതെ. സോ അപ്പം അങ്ങനെ ഒരു കണ്ടീഷനിൽ ഇപ്പോ അൽഹംദുലില്ലാ ഇനി നെക്സ്റ്റ് വീക്ക് വീഡിയോ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ അയച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് വേണം. ഈ ഒരു ഇൻസ്പേഴ്സിൽ നിങ്ങൾ സറണ്ടർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് ജോയിൻ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. പ്രാക്ടീസ് ആ ഒരു ബ്ലൈൻഡ്ലി ഫോളോ എന്നൊക്കെ പറയില്ലേ, ഒരു ഗുരുവിന്റെ മുന്നിൽ അങ്ങ് സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നൗഫൽ സാറിന് അതാണ് സംഭവിച്ചത്. വിതൗട്ട് ജഡ്ജ്മെന്റ് അതങ്ങ് ചെയ്തു കഴിഞ്ഞാൽ സാറ് നമ്മളങ്ങ് ഷേപ്പ് ചെയ്ത് തരും. അതെനിക്ക് എവിടെയും പറയാൻ പറ്റും. ഓക്കെ. വെരി ഗുഡ്. ഓൾറെഡി ഇപ്പം ഫൈനാൻഷ്യലി ഹൗ ഡു യു ഫീൽ? ഫൈനാൻഷ്യലി പറഞ്ഞ പോലെ നല്ല അതായത് ലക്ഷങ്ങൾ നല്ലോണം അട്ടിക്കിട്ടി നിൽക്കുകയായിരുന്നു ഞാൻ. ഒരുപാട് ലോസിൽ നിൽക്കുകയായിരുന്നു.
അപ്പോൾ ഇനിയൊരു ഹോപ്പ് ഇല്ല. അത്രയും ലോസ് വന്നുകൊണ്ട് തന്നെ, ബിസിനസ്സിൽ അത്രയും ലോസ് വന്നുകൊണ്ട് തന്നെ ഫാമിലിയിൽ നിന്നൊക്കെ നല്ല റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, ഇനി ഒന്നും ചെയ്യണ്ടെന്നുള്ള. അപ്പൊ ഫുൾ അങ്ങ് ലോക്കായി. പക്ഷെ ഇപ്പൊ ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം എന്താ അറിയോ, 2-3 days കൊണ്ടൊക്കെ 25,000 വരെ earn ചെയ്യാൻ പറ്റി. അത് ഇത്രയും ഈ ഒരു സമയത്ത് പറ്റിയെങ്കില് അത് അതൊരു സിമ്പിൾ കാര്യമൊന്നുമല്ല. എനിക്ക് എന്നെ കുറിച്ച് തന്നെ ഭയങ്കര പ്രൗഡ് തോന്നുന്നുണ്ട്. Very good. I'm really proud of you. I'm really proud of you. And you are also guiding 1% ക്ലബിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ബിസിനസ് യു ആർ ആക്ച്വലി ഹെൽപ്പിംഗ്, റൈറ്റ്? ഡെഫിനറ്റ്ലി എനിക്ക് ഇപ്പോ ഓഫീസർ പറഞ്ഞപ്പോ ഞാൻ ശരിക്കും എനിക്ക് പറഞ്ഞ മനസ്സിൽ എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല. അപ്പോ അപ്പോഴാണ് ഇക്കയുടെ ബിസിനസ്സിൽ ഞാൻ അന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ ഒരു ടിപ്സുകളൊക്കെയാണ് ഞാൻ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഇപ്പൊ അത് മാഷാഅല്ലാഹ് 4 ബ്രാഞ്ചിലേക്ക് കടന്നു. എല്ലാ രീതിയിലും ഫൈനാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിന്. അത് മാത്രമല്ല, ഇവിടെ പലർക്കും ഇല്ലാത്തൊരു സംഗതി, ഹസ്ബൻഡിന്റെ സപ്പോർട്ട് കിട്ടുന്നില്ല. ഇതുപോലെ ഒരു സ്ട്രഗിളിംഗ് സ്റ്റേജ് നിങ്ങൾക്കും ഉണ്ടായിരുന്നു. അത് 1% ക്ലബിൽ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു 1-to-1 അങ്ങനെ സെഷനിലാണ് നമ്മൾ സോൾവ് ചെയ്തത്. അതിനെപ്പറ്റി ഒന്ന് അതെ അതെ ഡെഫിനറ്റ്ലി. കാരണം ശരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യാത്തതിന്റെ കാര്യം നമ്മളോടുള്ള ട്രസ്റ്റ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അപ്പം ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു എഫേർട്ട് എടുക്കില്ല, നേരെ മറിച്ച് അതിനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക, പറ്റുന്നില്ല, ചെയ്യുന്നില്ല. അതങ്ങ് സാറങ്ങ് ക്ലിയർ ആക്കി തന്നു. പിന്നെ പറഞ്ഞ പോലെ ആ ഫ്രിക്ഷൻ, അതായിരുന്നു എന്റെ ഫ്രിക്ഷൻ. അതങ്ങ് റെഡി ആയപ്പോ ഒരുപാട് കാര്യങ്ങള്, പിന്നെ ഹീലിംഗും കൂടി എടുത്തപ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളൊരു വല്ലാത്തൊരു സ്റ്റേറ്റിലാണല്ലോ. ലവ് ആണോ പീസ് ആണോ ഒന്നും അറിയില്ല. പുറത്തിന് എന്ത് സംഭവിച്ചാലും എത്ര വലിയ പ്രശ്നങ്ങൾ നടന്നാലും നമ്മളെ ഉള്ളിൽ ഭയങ്കര സമാധാനം. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ഡിസിഷനാ വരുന്നത്, നമ്മൾ ആരും ഷൗട്ട് ചെയ്യാനോ ഒന്നുമില്ല. അപ്പോ ശരിക്കും ഒരു പീസിൽ നിന്നിട്ട് നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. And how is the support of Sunu ma'am and the other team members? Sharath or like Hajra ma'am? ടീമിന്റെ സപ്പോർട്ട് പറഞ്ഞാൽ അതാണ് ഞങ്ങളെ വിജയം എന്ന് പറയുന്നത്. ഓക്കെ, സുനു മാം ആവട്ടെ, ഹാജറ മാം ആവട്ടെ, എനി ടൈം നമുക്ക് ടെൻഷൻ ഇല്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും ഒരു ടെൻഷനും ഇല്ല. കാരണം നമ്മൾ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ആളുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ്. എന്തിനും ഏതിനും അത്രയും ഒന്നും പറയാനില്ല അവരുടെ സപ്പോർട്ടിനൊന്നും. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. ഇതിൽ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, ഒരുപാട് സ്ത്രീകൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്. നിങ്ങളുടെ പാർട്ണറുടെ സപ്പോർട്ടോ കാര്യങ്ങളോ കിട്ടാതെ ഒന്നും വിഷമിക്കേണ്ട. ഇവിടെ എല്ലാത്തിനും സപ്പോർട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്നോട് ഈ കാര്യം പറയുന്ന സമയത്ത് ഞങ്ങൾ ഏറ്റവും അവർ നേരിട്ട് വരാമെന്ന് പറഞ്ഞു. എനിക്ക് നേരിട്ട് വന്നു. ഞങ്ങൾ മണിക്കൂറുകളോളം ഇരുന്ന് സംസാരിച്ചതോടുകൂടി എനിക്ക് മനസ്സിലായി അതെങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടതെന്നുള്ളത്. അത് ക്ലിയർ ചെയ്തു. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം. നിങ്ങൾക്ക് എന്ത് വിഷയങ്ങളുണ്ട്, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, സപ്പോർട്ടില്ലാത്ത പ്രശ്നം ആയിക്കോട്ടെ, എൻവയോൺമെന്റ് കറക്റ്റ് അല്ല, എന്താ നിങ്ങൾക്ക് കറക്റ്റ് ആക്കേണ്ടത്, ഇതൊക്കെ അത്ര വലിയൊരു കോംപ്ലിക്കേറ്റഡ് സംഗതിയല്ല. നിങ്ങൾ ഇങ്ങനെ കിടന്ന് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾ യു ഹാവ് ടു ഡു, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ബ്രെയിൻ യൂസ് ചെയ്യേണ്ട. നമ്മൾ എന്താണോ ഗൈഡ് ചെയ്ത് തരുന്നത് ആ ഗെറ്റ് ഹെൽപ്പ് പ്രൊഫഷണലി എടുക്കുക, ലൈഫ് ചേഞ്ച് ചെയ്യുക. ഇന്നത്തെ സെഷൻ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും, നൈസില, നൗഫൽ, അതേപോലെ നേരത്തെ ഇതിനു മുൻപ് വന്നിട്ടുള്ള ആൾ, എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഇത് നൽകിയിട്ടുണ്ട്. ഹോപ്പ്. യെസ് ഓർ നോ? ടുഡേ വാസ് എ ഹോപ്പ്. നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം സെഷൻ ഒരു തീം ഇടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, നൗഫൽ ഭായ് ഇവിടെ നമുക്ക് ഷെയർ ചെയ്തു തന്ന, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നൽകിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഹോപ്പാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഷെയറിങ് യുവർ സ്റ്റോറി ആൻഡ് ഗിവിങ് അസ് എ ഹോപ്പ് ഓഫ് ഫ്രീഡം. നിങ്ങൾ ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ, എനിക്ക് തന്നെ ഒന്നുകൂടെ എന്താ പറയുക, എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് വീണ്ടും പോകണം, എന്നിട്ട് ഹീല് ചെയ്യണം, ഇതൊന്നും പോരാ, ഇതിലേറെ യുവമാരുടെ മുകളിൽ അടിക്കണം എന്നുള്ള ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റും ആവേശമാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ ആൻഡ് ഷെയറിങ്. ദിസ് ഇസ് സച്ച് എ വണ്ടർഫുൾ സെഷൻ, ടുഡേ സെഷൻ. എല്ലാവർക്കും ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്, ബീയിങ് വിത്ത് ഹിയർ. നാളെ നമ്മുടെ സെഷനാണ്, മറക്കരുത്. ഏർലി മോർണിംഗിൽ എല്ലാവരും പങ്കെടുക്കണം. ഇന്ന് കാലിക്കറ്റ് വെച്ചിട്ട് നടക്കുന്നത്, പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ വരിക. പറഞ്ഞതുപോലെ, അതായത് റീബർത്ത് എന്ന് പറയുന്ന ഒരു ട്രോമ ഹീലിംഗ് പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഹീൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഹീലിംഗിലേക്ക് ജോയിൻ ചെയ്താൽ ഇന്നത്തെ ആ ഒരു സെഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വരാം. കാലിക്കറ്റ് ഡിമോറ ഹോട്ടൽ വെച്ചിട്ടാണ്. 9:30 ആകുമ്പോഴേക്കും അവിടെ എത്തണം. ഇനിയിപ്പോൾ സമയം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് പറ്റുമ്പോൾ നിങ്ങൾ വരിക. അവിടെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അറിയിക്കുക, പേയ്മെൻറ്റ് അടയ്ക്കുക, ജോയിൻ ചെയ്യുക. 4,999 ആണ്, അതായത് 4,999 രൂപയാണ്. 1 ഡേ ഹോൾ ഡേ പ്രോഗ്രാം. ഷെഡ്യൂൾ എക്സ്പീരിയൻസ് ആയിരിക്കും. യു ക്യാൻ യൂസ് ഇറ്റ് ഇഫ് യു വാണ്ട്. ദാറ്റ് ഇസ് ആൻ ഓപ്ഷൻ.
അറിയിച്ചേ ഉള്ളൂ. ഇതൊന്നും വേണ്ട, നാളെ ഒരു പേയ്മെന്റും അടക്കാതെ നിങ്ങളെ ഹീൽ ചെയ്യാം. വരൂ, കാലിക്കറ്റിൽ വെച്ചിട്ട് ഈവനിങ്ങിൽ നമുക്ക് കാണാം. ഓക്കെ, ആരൊക്കെ വരുന്നെന്നുള്ള വെച്ചാൽ വരാൻ ശ്രമിക്കുന്നു. താല്പര്യമുള്ളവരൊക്കെ വരിക. സാമ്പത്തികം ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഹീൽ ചെയ്യാതിരിക്കരുത്. ഞങ്ങൾ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, നമ്മളെ കൂടെ ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ വീട്ടിലാരെങ്കിലും വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവരെയും കൂട്ടിയിട്ട് വന്നോളൂ. പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, ചലഞ്ചസിലൂടെ കടന്നു, ജസ്റ്റ് ബ്രിങ് ദം. അവർക്കൊരു ഹെൽപ്പ് ആവട്ടെ. ഒരു പേയ്മെന്റ് ഒന്നും വേണം. ജസ്റ്റ് ബി ദർ. അവരെ ഞങ്ങൾ ഗൈഡ് ചെയ്തോളാം. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ഒരു 2-3 hours നമുക്ക് ഒരുമിച്ച് കൂടാം. നാളെ വൈകുന്നേരം 4 മണിക്ക് കാലിക്കറ്റ്. കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ എന്തെങ്കിലും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഹാവ് എ ഗ്രേറ്റ് സൺഡേ. താങ്ക് യു സോ മച്ച് എവരിവൺ. താങ്ക് യു. എല്ലാവരും നല്ലൊരു gratitude പറയാം. എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് പറഞ്ഞിട്ട് പൊയ്ക്കോട്ടെ. നൗഫൽ ഭായിയോട് എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? ഒരു ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് അങ്ങ് വൈകിട്ട് എന്താണ് പറയാനുള്ളത്? സയന പറഞ്ഞോളൂ. ദിസ് ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഐ വിൽ കോൾഡ് ഔട്ട്. സയനെ വിളിച്ചാലേ വരുള്ളൂ. എന്താണ് പറയാനുള്ളത്? നമുക്കൊരു നന്ദി വാക്ക് പറയാം. ജസ്റ്റ് അഡ്മിറ്റ് ചെയ്തോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, കേൾക്കാൻ പറ്റുന്നുണ്ടോ സർ? കേൾക്കാൻ പറ്റുന്നുണ്ട്, ഡെഫിനറ്റ്ലി. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് നൗഫൽ സർ. എന്താന്ന് വെച്ചാൽ നമുക്കൊരാളുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എന്താണ് ആള് കടന്നുപോയ സ്റ്റേജിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആളിങ്ങനെ കാമായിട്ടിരിക്കുന്നത് ഞാൻ ആലോചിച്ചത് അതാണ്. ഞാനും ഇങ്ങനെയൊക്കെ ആയി പോകുമോ? ശരിക്കും പറഞ്ഞ് നമ്മളല്ലാതായി പോവുകയാണോ, അതോ ഇതൊരു ഹീലിംഗ് കാരണം ഉണ്ടായതാണോ എന്താണെന്നുള്ളത് ഇപ്പോഴും എനിക്ക് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ആ ഒരു സ്റ്റേജിൽ ഇത്രയും മാറ്റം വന്നു എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഡബിളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ഇപ്പോൾ ആഗ്രഹം. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ സാറുമായിട്ട് സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ നജില മാമാണ് എന്നെ ട്രെയിൻ ചെയ്യുന്ന ആള്. അപ്പോൾ മാമിനോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്തായാലും സാറിൻ്റെ എക്സ്പീരിയൻസ് കേട്ടപ്പോൾ കുറേയൊക്കെ എനിക്ക് കണക്റ്റ് ആയി. കാര്യം ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു കച്ചിത്തുരുമ്പെന്ന് പറയുന്ന ഒരു അവസ്ഥയാണത്. സാർ അത് ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ അത് ഫൈൻഡ് ഔട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു ഭാഗ്യമാണ്. അത് ആ ഒരു ടൈമിൽ കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. ഇപ്പോൾ എൻ്റെയൊക്കെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഞാനൊരു 0-യിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് എവിടുന്ന് തുടങ്ങണം എന്ന് അറിഞ്ഞൂടാത്തൊരു സ്റ്റേജാണ്. പക്ഷെ സാറിൻ്റെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് പോയി, സ്ട്രഗ്ലിംഗ് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കാണ്. കുറച്ചൊന്ന് കയറി പോയാൽ മതി. ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഭയങ്കരമായിട്ടൊരു ഹൈപ്പ് കിട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇനി മുന്നോട്ട് ഇതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ പോട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഈ കൂട്ടത്തിലുള്ള എല്ലാവരും ഇത് ആഗ്രഹിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു ലൈഫിൽ ഒരു സക്സസ് വേണം എന്നുള്ളത്. ഞാനും അത് തന്നെയാണ് എൻ്റെയും ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് തന്നെ എത്താൻ പറ്റട്ടെ. പിന്നെ ഷാഫി സാറ് പറഞ്ഞ പോലെ ഈ ഒരു 5 days എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ കാത്തിരുന്ന് വരുന്ന ഒരു ഇതാണല്ലോ. നാളെ എന്താവും പറയുന്നത്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാര്യം നാളെ സാറ് വെച്ചിട്ടുള്ള പ്രോഗ്രാം എനിക്ക് വരാൻ പറ്റത്തില്ല. അപ്പൊ സാറ് പറഞ്ഞു വെറുതെ ആണെങ്കിലും വന്നോ എന്ന് പറഞ്ഞാൽ പോലും വരാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ട് അതില്. ഇനിയും എന്നാലും ഈ ഒരു ജേർണി ഇവിടെ അവസാനിക്കുന്നില്ല, ഇവിടെ തുടങ്ങിയതാണ് എന്നുള്ളൊരു ബോധം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും താങ്ക്സ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ നമുക്കത് ഇരിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് എല്ലാവരും നോക്കും. എല്ലാവരും എങ്ങനെയാണ് ഇരിക്കുന്നത്, ഓരോരുത്തരും എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത്, എത്രത്തോളം ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ടെന്നൊക്കെ നോക്കാറുണ്ട്. അത് വേറൊന്നിനും അല്ല, എല്ലാവർക്കും ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ, എല്ലാവരും എക്സ്പ്രസീവ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ ആ ഒരു മുഖത്തെ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും എന്താണ് സാറിൻ്റെ മൈൻഡിൽ കൂടെ പോകുന്നതെന്നുള്ളത്. നമ്മളൊരു കാര്യം പറയുമ്പോൾ തന്നെ സാറിന് ഒരു ചിരി വരും, ചിലപ്പോൾ സാറിൻ്റെ മുഖം അങ്ങ് മങ്ങും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സാറിൻ്റെ ഈ ഒരു 5 ദിവസം കൊണ്ട് സാറിന് കുറേയൊക്കെ നമുക്കും ഡീപ്പായിട്ടല്ലെങ്കിലും കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ നൗഫൽ സാറിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കാമായിട്ടിരിക്കുന്നത് അങ്ങനെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുമെന്ന് ശരിക്കും ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. എനിക്ക് പറ്റും എന്ന് പറയുമ്പോൾ ഇനി തിരിച്ചറിയത്തില്ലേ ആരും.
എന്നൊക്കെ ഉള്ളൊരു ഒരു പേടിയും ഉണ്ട്. എന്തായാലും ഇത് കൂടുതൽ ഉള്ളിലോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച്. തിരിച്ചറിയത്തില്ല എന്നല്ല, തിരിച്ചറിയൊക്കെ ചെയ്യും, തിരിച്ചറിയും, ആൾക്കാർ അപ്രിഷ്യേറ്റ് ചെയ്യും, അതെ ചേഞ്ചിനെ അതെ, അപ്രിഷ്യേറ്റ് ചെയ്യും. നമുക്കൊരു റെസ്പെക്ട് കിട്ടി തുടങ്ങും അപ്പോഴേ. അതെ 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 അതെ, നമ്മൾ ചെല്ലുന്നിടത്തായാലും എല്ലാം നമുക്കൊരു ഓറ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഞാനൊന്നും ആ സ്റ്റേജിലോട്ട് എത്തിയിട്ടില്ല. അപ്പൊ ഒരു ഓറ ബിൽഡിംഗ് സ്റ്റേജിലാണ്. അപ്പൊ നമുക്കിനി ഒരു നല്ല പോസിറ്റീവ് ഓറ ബിൽഡ് ചെയ്തെടുക്കുക. അപ്പം ആൾക്കാർ അതിലെല്ലാം ഉം, നമുക്ക് പിന്നെ അപ്രിസിയേഷൻ കിട്ടും. അപ്രിസിയേഷൻ കിട്ടുന്നത് നമുക്ക് എന്തായാലും സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പൊ ആ ചേഞ്ച് വരുത്താതിരിക്കാൻ പേടിക്കണ്ട, ആ ചേഞ്ച് വരുത്തിക്കോളും. അതായത് അതിന്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാല്, ഞാൻ ഫൈനലി ഒന്നും കൂടെ നോട്ട് കൂടെ പറഞ്ഞിട്ട് എനിക്ക് പറയണം എന്ന് തോന്നിയോണ്ട് പറയണം. ആ ഒരു ഓറ പറഞ്ഞല്ലോ, അത് നമുക്ക് ഡെവലപ്പായി ആ ഒരു കാം സ്റ്റേജ് എത്തുമ്പോൾ വ്യക്തികൾക്ക് എല്ലാവർക്കും വേണ്ടത്, എല്ലാവരും ട്രോമയില്ല, എല്ലാവർക്കും ട്രോമ അനുഭവിച്ച എല്ലാവർക്കും വേണ്ടത് ഒരു സേഫ് സ്പേസാണ്. നൗഫൽ ഭായിക്ക് അവസാനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഗതിയിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഡേഞ്ചർ ഫീൽ ചെയ്യില്ല. നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒരാൾക്ക് നമ്മളിൽ ഡേഞ്ചർ എന്ന് പറയുന്ന എനർജി ഫീൽ ചെയ്യില്ല, നെഗറ്റിവിറ്റി ഫീൽ ചെയ്യില്ല, ട്രസ്റ്റ് ഇല്ലായ്മ ഫീൽ ചെയ്യില്ല. നമ്മൾക്ക് എല്ലാവർക്കും ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു കംഫർട്ട് കൊടുക്കാൻ പറ്റും. എല്ലാവർക്കും വേണ്ടത് അതാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സമാധാനമുള്ള ഒരു ഇടമാണ്, ഒരു 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 എന്താ പറയുക, വിശ്വസിക്കാവുന്ന ഒരു ഇടം. ആ ഒരു ഇടം നമ്മളുടെ പ്രസൻസിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ആൾക്കാർക്ക് വന്ന് സംസാരിക്കാൻ ഓക്കെ, നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമായിരിക്കും. നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ അവർ ഇരിക്കുമ്പോൾ തന്നെ വല്ലാത്ത സന്തോഷം, വല്ലാത്ത സമാധാനം, വല്ലാത്ത സുഖം. ഈ ഒരു സാധനം അവിടെ ഡെവലപ്പാകും. അത് നമ്മളുടെ ബിസിനസ്സിനെയും എല്ലാത്തിനെയും ആൾക്കാർ പെട്ടെന്ന് വിശ്വസിച്ച് എന്ത് ചെയ്യും, ഇൻവെസ്റ്റേഴ്സ്, ആൾക്കാർ, പണം നമ്മളെ ഏൽപ്പിക്കണം, എല്ലാം നമ്മളെ ഏൽപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മളൊരു നാച്ചുറലി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലീഡറായി, ഇൻഫ്ലുവൻസറായി, ഒരു തോട്ട്ഫുൾ എന്താ പറയുക, തോട്ട് ലീഡറൊക്കെ ആയിട്ട് നമ്മൾ മാറിത്തുടങ്ങും. ഇറ്റ്സ് വെരി പവർഫുൾ, ഭയങ്കരം ചേഞ്ചിങ് ആണ്. നമുക്ക് ഒരു എഫേർട്ടും ഇടണ്ട, ഒന്നും സംസാരിക്കേണ്ട, ഒരു വിരൽ പോലും അനയ്ക്കാതെ ആൾക്കാർ നമ്മളടുത്തേക്ക് വന്നു തുടങ്ങും. അതാണ് ആ സ്റ്റേജ്, അതാണ് ആ എളുപ്പം എന്ന് പറയുന്നത്. 7th ഡയമെൻഷൻ എന്ന് പറയുന്ന സാധനത്തിൽ എളുപ്പം അതാണ്. നമ്മളടുത്തേക്ക് ഇങ്ങോട്ട് വന്ന് നമ്മൾ കാര്യമായിട്ടൊന്നും പറയണ്ട, ഒന്നും ചെയ്യേണ്ട, എല്ലാവർക്കും നമ്മളെ വേണം. അത് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുക ചെയ്യുക, കൂടുതൽ നമ്മൾ അപ്രീഷിയേറ്റ്. നഫൽ ഭായി പറഞ്ഞ അപ്രീസിയേഷൻ അതാണ്. കൈൻഡ് ഓഫ് അപ്രീഷിയേറ്റ്, നമ്മുടെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യും. വി ഡോണ്ട് നീഡ് ടു ഡു മച്ച്. അത് നമ്മുടെ പ്രോഗ്രാം അഡ്വാൻസിൽ പഠിപ്പിക്കുന്ന എങ്ങനെ നിങ്ങളുടെ ലൈഫ് എളുപ്പമാക്കുക എന്നുള്ള സ്ട്രഗിൾസ് അവസാനിപ്പിച്ച് ലൈഫിൽ എളുപ്പം കൊണ്ടുവരാം, വേഗത കൂട്ടാം, നമ്മളിൽ ട്രസ്റ്റ് വർദ്ധിപ്പിക്കും, നമുക്ക് മറ്റുള്ളവർ ലോകത്ത് ട്രസ്റ്റ് വർദ്ധിക്കും, യൂണിവേഴ്സ് ഇങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യും, മറ്റുള്ളവർ ലോകം മൊത്തം നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ. ഒരു ട്രസ്റ്റിൻ്റെ ഒരു വേറൊരു ലെവൽ കളിയാണ് നടത്തുന്നത്. സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്, യു ഷുഡ് എക്സ്പീരിയൻസ് ദാറ്റ്. എന്നാൽ നമുക്ക് ജോയ് ആവണോ, എനർജി പിടിക്കണോ, അത് നമുക്ക് പിടിക്കാം, നമ്മൾ അതും ആകും, എല്ലാം ആകും. അവിടെ ഒരു ഫ്ലൂയിഡിറ്റിയാണ്, ഫ്ലോ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അടുത്ത് നമുക്ക് വീണ്ടും സർ ഹലോ. യെസ് പറഞ്ഞോളൂ. ഹലോ. ഓക്കെ സാർ, എൻ്റെ പേര് കാർത്തിക. എനിക്ക് വീഡിയോ ഓൺ നിൽക്കാനായിട്ട് കുറച്ച് ഒരിതുണ്ട്. ഓക്കെ, എൻ്റെ പേര് കാർത്തിക. ഞാൻ ഈ ക്ലാസ്സിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഞാൻ ഈ പറഞ്ഞ നൗഫലിക്ക എന്ന് പറയുന്ന ആളുടെ, അതായത് നമ്മൾ ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. അപ്പം നൗഫലിക്ക പറഞ്ഞതുപോലെ തന്നെ നൗഫലിക്കയുടെ നെഗറ്റീവും അതേപോലെ സെയിം പോസിറ്റീവും കണ്ട ഒരാളാണ് ഞാൻ. അപ്പൊ ആ ഇതിലാണ്, അതായത് അത്രയും ഒരു ചേഞ്ച് കണ്ടിട്ടാണ് ഈ ക്ലാസ്സിലോട്ട് വരുന്നത്. അതായത് നൗഫലിക്കയുടെ ഈ ക്ലാസ് നൗഫലിക്ക എത്രത്തോളം സ്വാധീനിച്ചോ അതേപോലെ നൗഫലിക്കയുടെ പോസിറ്റീവ്, അല്ലെങ്കിൽ നൗഫലിക്ക നമ്മളോട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ ആ പോസിറ്റീവിൽ നിന്നാണ് നമുക്ക്, അതായത് എനിക്ക് ഈ ക്ലാസ്സിലോട്ട് വരാനായിട്ട് തോന്നിയത്. അപ്പം നമുക്കിപ്പം ഈ പറയുന്ന പോലെ ഒരാൾ പറയുമ്പോഴത്തേക്ക് ശരിയാണോ അല്ലെങ്കിൽ കള്ളാണോ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അപ്പം അത്രയും മാറ്റം ഭയങ്കരമായിട്ട് നൗഫലിക്കയിൽ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും നൗഫലിക്ക ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞങ്ങൾ പറയുണ്ടായി, നൗഫലിക്ക നല്ല മാറ്റമാണല്ലോ, മൊത്തത്തിൽ നൗഫലിക്കയ്ക്ക് മാറ്റം ഉണ്ടല്ലോ, എന്താ സംഭവിച്ചേ എന്നുള്ള ഒരു രീതിക്ക് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ആ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതായിരിക്കാം ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് ഭയങ്കരമായിട്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുവരാനും, നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ്, ഇപ്പം ഞാനും നൗഫലിക്കയായിട്ട് പരിചയപ്പെട്ടിട്ട് 1.5 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ നൗഫലിക്കയാണ് വിളിക്കുന്നത്. കാരണം
ഒരു എനിക്കൊരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനൊരു പോസിറ്റീവ് ആക്കാൻ ഏറ്റവും ബെറ്റർ ആള് നൗഫലൊക്കെയാണ്. അപ്പം അത്രയും ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം നൗഫലൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതിലൂടെ വന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും മാറ്റം എന്നുള്ളതായിരുന്നു നൗഫലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് നൗഫലക്കയുടെ പ്രചോദനത്തിൽ ഞാനും ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പം ഇക്ക് പറഞ്ഞതുപോലെ നമുക്ക് ക്ലാസ്, അതായത് നമ്മളിങ്ങനെ കേട്ട് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ വിശ്വസിച്ച് വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പലപ്പോഴും ഡൗട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്, ഇങ്ങനെയും ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയും നമുക്ക് മാറാൻ പറ്റും എന്നുള്ള ഒരു സാഹചര്യം നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് അറിയാനും പറ്റി. അപ്പം അതൊരു വലിയൊരു കാര്യമാണ്, അതൊരു വലിയൊരു മാറ്റമായിട്ട് തന്നെ. കാരണം പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ മാറ്റുമ്പോൾ നമുക്ക് അതായത് നമുക്കൊരു ഗൈഡൻസ് തന്ന് അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിന്ന് നമ്മളുടെ കുറേ കാര്യങ്ങൾ മാറ്റാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ട്രെയിനർ ആയിരുന്നു. അപ്പം പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഓക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എങ്കിലും എവിടെയൊക്കെയോ എനിക്ക് കുറേ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് അറിയുന്നുണ്ടായിരുന്നു. അപ്പം അതിന് കൃത്യമായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നൗഫലിക്ക ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ശരിക്കും നൗഫലിക്കയ്ക്ക് ഇവിടെ നിന്ന് കിട്ടിയ എന്താ പറയാ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും നൗഫലിക്ക ഇത്രയും മാറ്റിയത്. അപ്പോൾ നമുക്കും അല്ലെങ്കിൽ എനിക്കും അതുപോലെ മാറാൻ പറ്റുമെന്ന് ഒരു 100% ഉറപ്പുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു 4ാമത്തെ 5ാമത്തെ ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനൊരു വലിയ താങ്ക്സ് ഉണ്ട് സാറിനോടും ഇക്കയോടും ഒക്കെ. മ്യൂട്ടാണോ? താങ്ക് യു സോ മച്ച്. എന്താ പേരെന്താ പറഞ്ഞിരുന്നത്? സർ കാർത്തിക. കാർത്തിക, താങ്ക് യു സോ മച്ച് കാർത്തിക ഫോർ ഷെയറിങ്. നമ്മളുടെ ഈ ഒരു 5 ഡേയ്സിന്റെ ഈ സെഷനിലേക്ക് ജോയിൻ ചെയ്തതിനും, ആൻഡ് താങ്ക് യു നൗഫൽ ബൈ ഫോർ ബ്രിങ്ങിങ് ഹർ ആൻഡ് അപ്ലിഫ്റ്റിംഗ് ഹർ ആൻഡ് ഇൻസ്പയറിംഗ് അതർ പീപ്പിൾ. You are truly becoming a leader, and this is what a leader who creates more leaders. A leader is not a person who creates more followers. Followers ne create ചെയ്യുന്ന ആളല്ല. A leader who truly creates more leaders. കാർത്തികയെ പോലുള്ള ഇനിയും നല്ല ട്രെയിനേഴ്സും ലീഡേഴ്സും ഒക്കെ ഉയർന്നു വരട്ടെ. നമുക്ക് എന്തായാലും ഈ ഒരു മെസ്സേജ് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ കൂടെ വേണം. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് us. വാട്ട് ക്യാൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ്? അത് തന്നെയാണ് പറയാനുള്ളത്. വാട്ട് ക്യാൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. താങ്ക് യു എവറി വൺ. ഇറ്റ് വാസ് അമേസിംഗ് വണ്ടർഫുൾ സെഷൻ. കേട്ടില്ലേ? ഹാവ് എ ഗ്രേറ്റ് ഡേ. നല്ലൊരു ഹാപ്പി വീക്കെൻഡ് എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. ബി വിത്ത് യുവർ ഫാമിലി, ബി വിത്ത് യുവർ ലവ്ഡ് വൺ. എൻജോയ് യുവർ വീക്കെൻഡ്. Let's have a great balanced life, peaceful life. Thank you.